ഗുഡ് മോർണിംഗ് ടു ആൾ. നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ BA സോഷ്യോളജിയിലെ കോംപ്ലിമെന്ററി പേപ്പർ ആയിട്ടുള്ള ജനറൽ എക്കണോമിക്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിലെ ലാസ്റ്റ് ചാപ്റ്റർ ആണിത്. നമ്മുടെ ഫസ്റ്റ് ബ്ലോക്കിന്റെ പേര് മൈക്രോ എക്കണോമിക്സ് എന്നുള്ളതാണ്. നമ്മൾ മൈക്രോ എക്കണോമിക്സിനകത്ത് നമ്മൾ ഉൽപാദനം, വിതരണം, ഉപഭോഗം, തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുന്നത്. അതിൽ ഫസ്റ്റ് കാര്യം നമുക്കറിയാം, കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ പഠിച്ചത് എന്തായിരുന്നു? എന്താ മൈക്രോ എക്കണോമിക്സ് നോക്കി, ഡിമാൻഡ് ആൻഡ് സപ്ലൈ നോക്കി. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് പ്രൊഡക്ഷൻ എന്നുള്ളതാണ്. എന്താ ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഉൽപാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് ഉൽപാദനത്തിന്റെ പ്രധാനപ്പെട്ട ധർമ്മങ്ങൾ, എന്തിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഒരു രാജ്യത്ത് എന്തിനാണ് സാധനങ്ങൾ സേവനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. നമ്മുടെ യൂണിറ്റിന്റെ പേര് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് കേട്ടോ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതായത് ഉൽപാദന ധർമ്മങ്ങൾ എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിന്റെ പേര് കേട്ടോ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ് നമ്മുടെ പാഠത്തിന്റെ പേര് കേട്ടോ. ഉൽപാദന ധർമ്മം കേട്ടോ. പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് പറയുമ്പോൾ ഉൽപ്പന്നം, പ്രൊഡക്ഷൻ എന്ന് പറയുമ്പോൾ ഉൽപാദനവും അതിന്റെ ധർമ്മവും പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്ത് ഡിസ്കസ് ചെയ്യുന്നത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. എന്താണ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താ ഉൽപ്പാദിപ്പിക്കുക എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഉൽപ്പാദിപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധനങ്ങളും സേവനങ്ങളും എന്ത് ചെയ്യാണ് ഒരു പൂർണ്ണ രൂപത്തിലേക്ക് എന്തിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ആളുകൾക്ക് അവരുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അവർ ഉൽപ്പന്നങ്ങളെയും ആവശ്യങ്ങളെയും എന്ത് ചെയ്യുന്നത്, അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പൊ ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? പ്രൊഡക്ഷൻ ഈസ് എ പ്രോസസ് ദാറ്റ് ഫേം യൂസസ് ടു ട്രാൻസ്ഫോം ഇൻപുട്സ് ഇൻടു ഔട്ട്പുട്ട്സ്. അതായത് കച്ചവടക്കാര് അല്ലെങ്കിൽ സ്ഥാപനങ്ങൾ, സാമ്പത്തിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ കച്ചവടക്കാര് ഇൻപുട്ടുകൾ അതായത് ഒരു ഉൽപ്പന്നം ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ഉൽപാദന വസ്തുക്കൾ ഉപയോഗിച്ചും കൊണ്ട് അവരൊരു ഔട്ട്പുട്ട് തയ്യാറാക്കുന്ന, ഔട്ട്പുട്ട് പറയുമ്പോൾ ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് എന്ത് യഥാർത്ഥത്തില് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഉൽപാദനം എന്ന് പറഞ്ഞാല് അസംസ്കൃത വസ്തുക്കളും അതേപോലെ തന്നെ പ്രൊഡക്ഷൻ ഇൻപുട്ടുകളും ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്ന ആ ട്രാൻസ്ഫോർമേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അല്ലെങ്കിൽ ആ ഉൽപ്പന്നമാക്കി മാറ്റുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ ഉൽപാദനം എന്ന് പറയുന്നത്. വൺസ് അഗൈൻ ഐ റിപ്പീറ്റ്, ഉൽപാദനം അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് വസ്തുക്കൾ, ഒരു സാധനത്തെ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന്റെ അല്ലെങ്കിൽ ഒരു വസ്തുവിന്റെ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ, അസംസ്കൃത വസ്തുക്കൾ, റോ മെറ്റീരിയൽസ്. അതായത് ഇപ്പൊ നമുക്കറിയാം, എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരു ഡ്രസ്സ് ആയിക്കോട്ടെ, ഏതൊരു ഡ്രസ്സ് ആയിക്കോട്ടെ, ആ ഡ്രസ്സിന് ഒരുപാട് റോ മെറ്റീരിയൽസ് വേണം. ഇപ്പൊ നല്ല ഒരു പാർട്ടി വെയർ നല്ലൊരു ഡ്രസ്സ് ആണെന്നുണ്ടെങ്കിൽ അത് കോട്ടണിലായിക്കോട്ടെ, ഏത് ഇതാണെന്നുണ്ടെങ്കിലും ആ മെറ്റീരിയൽ വേണം. അതിലേക്ക് വേണ്ട ബീഡ്സ്, അതിലേക്ക് വേണ്ട സ്റ്റോണുകൾ, കാര്യങ്ങൾ, അതിലേക്ക് വേണ്ട കളറുകൾ വേണം. അപ്പൊ ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ, ആദ്യം നൂല് വേണം, നൂലുകൾ വേണം, അത് റെഡിയാക്കിയിട്ട് തുണി അതിന്റെ ക്ലോത്ത് ആക്കണം, അതിൽ പ്രിന്റ് ചെയ്യണം. ഇങ്ങനെയുള്ള ഒരുപാട് അസംസ്കൃത വസ്തുക്കൾ ചേർന്നിട്ടാണ് അതൊരു ഉൽപ്പന്നമായിട്ടൊരു നല്ലൊരു ഡ്രസ്സായിട്ട് വരുന്നത്. അപ്പോൾ ഒരു ഉൽപ്പന്നത്തിന് ആവശ്യമായിട്ടുള്ള, അപ്പൊ നമുക്കറിയാം ഒരു ഡ്രസ്സ് ഒരു ഉൽപ്പന്നമാണ്. ആ ഉൽപ്പന്നത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് ഘടകങ്ങളുണ്ട്, അതാണ് ഇൻപുട്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കൊരു വസ്ത്രം അല്ലെങ്കിൽ ഒരു ഡ്രസ്സിന്റെ ഇൻപുട്ടായിട്ട് പറയാൻ കഴിയുക നൂല്, അതുപോലെ തന്നെ തുണി, അതുപോലെ തന്നെ അതിന്റെ കളറ്, അതിൽ വരുന്ന ഫാബ്രിക്കേഷൻസ്, ആ ഉൽപ്പന്നമാക്കാൻ സഹായിക്കുന്ന എല്ലാത്തിനെയും നമ്മൾ ഇൻപുട്സ് എന്ന് പറയാം. അപ്പൊ ആ ഒരു ഉൽപ്പന്നത്തിൽ സ്റ്റോൺസ്, ബീഡ്സുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ എന്താണ്? അതിന്റെ ഇൻപുട്സ് ആണ്. അപ്പോൾ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഒരു ഉൽപ്പന്നമാക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത് യഥാർത്ഥത്തിൽ ഉൽപാദനം എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ദ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് ട്രാൻസ്ഫോർമേഷൻ എന്നല്ല, ട്രാൻസ്ഫോം ആണ് കേട്ടോ. ട്രാൻസ്ഫോർമേഷൻ സെയിം ആണ്. അതായത് ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻപുട്ടുകളിൽ നിന്നും ഔട്ട്പുട്ടിലേക്ക് മാറ്റുന്ന ഒരു പ്രക്രിയയാണ്. ആരുടെ പ്രക്രിയയാണ്? സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബിസിനസ്, കച്ചവടക്കാര് ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ശേഖരിച്ച് അത് ഉപയോഗിച്ച് അവരൊരു ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ പൊതുവെ ഉൽപാദനം എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ഇൻപുട്ട് ഓർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഇൻ ഓർഡർ ടു സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ വാൻസ്. എന്തിനാണ് നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത്? വാട്ട് ആർ ദ പർപ്പസ് ഓഫ് പ്രൊഡക്ഷൻ? എന്താ ഉൽപാദനത്തിന്റെ പ്രത്യേകത? നമുക്കറിയാം എന്തിനാ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് പ്രധാനമായിട്ടും ഇറ്റ് ഈസ് മെത്തേഡ് ഓഫ് ക്രിയേറ്റിംഗ് ഗുഡ്സ് ആൻഡ് സർവീസ്. സാധനങ്ങളും സേവനങ്ങളൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലെങ്കിൽ സൃഷ്ടിക്കുന്നത് എന്തിനാണ്? ദ ഹെൽപ്പ് ഓഫ് ഇൻപുട്സ് ഓർ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഉൽപാദന ഉപാധികളുടെയും ഇൻപുട്സുകളുടെയും സഹായത്തോടുകൂടി നമ്മൾ എന്തിനാണ് ഉൽപ്പാദിപ്പിക്കുന്നത്? ടു സാറ്റിസ്ഫൈ ദ ഹ്യൂമൻ വാണ്ട്സ്. മനുഷ്യന്റെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നത്. ഉൽപാദനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉൽപ്പന്നത്തിന്റെ
നിർമ്മാണത്തിന് ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പൂർണ്ണ രൂപത്തിലുള്ള ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് എ പ്രോസസ് ആണ്. എക്സ്പെഷ്യലി ആര് നടത്തുന്ന പ്രോസസ്സാണ്? കമ്പനികളോ ഫേംസുകളോ സ്ഥാപനങ്ങൾ, കച്ചവടക്കാരോ ബിസിനസ് മാനുകളോ അല്ലെങ്കിൽ ഫേംസുകളോ സ്ഥാപനങ്ങളൊക്കെ അല്ലെ ഒരു ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും എല്ലാ സംസ്കൃത വസ്തുക്കളും ഉപയോഗിച്ചുകൊണ്ട് അവരെന്ത് ചെയ്യാണ്? ഒരു ഉൽപ്പന്നമാക്കി മാറ്റും. അതൊരു പ്രക്രിയയാണ്, പെട്ടെന്ന് നടക്കണമല്ല, ഒരു പ്രോസസ്സാണ്. ഒരുപാട് നടപടികൾ വേണം അല്ലെ. ആ ഒരു പ്രക്രിയ നമ്മൾ പറയുന്ന പേരാണ് ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. പ്രൊഡക്ഷൻ എന്തിനാണ്? മനുഷ്യന്മാരുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ മനുഷ്യന്മാർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടല്ലോ, ഈ ആവശ്യങ്ങളൊക്കെ സംതൃപ്തിപ്പെടുത്തുക എന്ന ലക്ഷ്യമാണ് എന്തിനുള്ളത്? ഉൽപാദനം. വസ്ത്രം ആയിക്കോട്ടെ, എന്തിനാ വസ്ത്രങ്ങൾ ഉണ്ടാക്കുന്നത്? ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാൻ. എന്തിനാ ഫുഡുകൾ, ഓരോരോ അടിപൊളി ഓരോരോ അല്ലെ മോഡേൺ ആയിട്ടുള്ള ഒരുപാട്, മോഡേൺ അല്ല കേട്ടോ സോറി, ഒരുപാട് അറേബ്യൻസ് അല്ലെങ്കിൽ ഒരുപാട് വെസ്റ്റേൺ ഫുഡ്സുകൾ, ചൈനീസ് ഫുഡ്സുകളൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഈ ഫുഡ്സുകളൊക്കെ എന്തിനാണ്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഫുഡ്സ് ഐറ്റംസുകളൊക്കെ നമ്മുടെ അല്ലെ തീന്മേശകളിലേക്കൊക്കെ എത്തുന്നത്? മനുഷ്യന്മാരെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടാ അല്ലെ. അതോടൊപ്പം തന്നെ വസ്ത്രം ആയിക്കോട്ടെ, ലക്ഷറി സാധനങ്ങളായിക്കോട്ടെ, ബാഗ് ആയിക്കോട്ടെ, എന്ത് സാധനങ്ങളും മനുഷ്യന്മാരെ സംതൃപ്തിപ്പെടുത്താനാണ് ഓരോ കച്ചവടക്കാരൻ ലക്ഷ്യം. എന്താണ്? മനുഷ്യന്മാരെ ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫൈ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം, ഓരോ ഹോട്ടലിൽ കയറി കഴിഞ്ഞാൽ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഹോട്ടലിലത്തെ ആളുകൾക്ക് എന്താ? കഴിക്കുന്ന ആളുടെ മനസ്സ് നിറയാന്നുള്ള. അതേപോലെ ഒരു വസ്ത്രം നിർമ്മിക്കുന്ന ഒരു യൂണിറ്റിന്റെ അതെന്താ കാരണം? ആളുകളെ സാറ്റിസ്ഫൈ ചെയ്യാനാണ്. അതിന് അവർ വ്യത്യസ്ത മോഡൽ, വ്യത്യസ്ത സ്റ്റൈൽസുകളൊക്കെ അവർ എന്ത് ചെയ്യുന്നത്? ഫോളോ ചെയ്യുന്നത്. അപ്പൊ ഒരു ഉൽപാദനം എന്നത് എന്താണ്? മനുഷ്യന്മാരുടെ ആവശ്യങ്ങളെ സംതൃപ്തിപ്പെടുത്തുന്ന ഒന്നാണ് എന്ത്? ഉൽപാദനം എന്ന് പറയുന്നത്. ഇൻ അതർ വേർഡ്സ്, മറ്റൊരു അർത്ഥത്തിൽ നമുക്ക് പറയാം, പ്രൊഡക്ഷൻ ഈസ് എ ജനറൽ ടേംസ് ഫോർ ദ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ദ ഇൻപുട്സ് ഇൻ ടു ഔട്ട്പുട്ട്. അതായത് നമ്മൾ ഓൾറെഡി പറഞ്ഞത് തന്നെ അല്ലെ, അതായത് ഇൻപുട്ടിൽ നിന്നും അല്ലെ, ഇൻപുട്സ് എന്ന് പറയുമ്പോൾ നമ്മളെ ഇതിന് എന്തൊരു കാര്യത്തിനായിക്കോട്ടെ, നമ്മുടെ ഒരു ഉൽപാദനത്തിനായിക്കോട്ടെ, ഇപ്പോൾ കമ്പ്യൂട്ടറിലൊക്കെ ഒരുപാട് ഇൻപുട്സ് ഔട്ട്പുട്സ് ഉണ്ട്. അതായത് നമ്മളെ സഹായിക്കുന്ന, നമ്മുടെ കാര്യങ്ങൾക്ക് സഹായിക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടി അല്ലെ ഒരു പ്രവർത്തനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇൻപുട്സുകളിൽ നിന്നും ഔട്ട്പുട്ട് അല്ലെ ഒരു ഉൽപ്പന്നമാക്കി മാറ്റുന്ന പ്രക്രിയയാണ് നമ്മൾ പൊതുവെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്. when the value is added, an input is anything that is employed in the creation of a commodity. For instance, the usage of land, seed, fertilizer, water, pesticide, tractors, labor and other things are inputs in the production of the rice, which is output. നമുക്കറിയാം, ഒരു അരിയുടെ അല്ലെ ഒരു അരി ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഒരു റൈസിന്റെ പ്രൊഡക്ഷൻ അല്ലെ, പ്രൊഡക്ഷൻ ഓഫ് റൈസ് അല്ലെങ്കിൽ ഒരു അരി ഉൽപ്പാദിപ്പിക്കാൻ ഒരുപാട് ഇൻപുട്ടുകൾ ആവശ്യമാണ്. അരി എന്ന് പറയപ്പെടുന്നത് ഒരു ഔട്ട്പുട്ടാണ്, ഒരു ഉൽപ്പന്നമാണ് അല്ലെ. എല്ലാം കഴിഞ്ഞിട്ടുള്ള ഒരു ഫൈനഡ് ഗുഡാണ് എന്ത്? അരി എന്ന് പറയുന്നത്. എന്നാൽ ആ അരി ആവുന്നതിന് മുമ്പായ അരി ആകാൻ ഒരുപാട് ഇൻപുട്സുകൾ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ അല്ലെ, ആ ഒരു ഉൽപാദന പ്രക്രിയയിൽ പങ്കാളികളാവുന്നുണ്ട്. നമുക്കറിയാം, ഇപ്പൊ ഒരു അരിന്റെ ഉൽപാദനമാണെന്നുണ്ടെങ്കിൽ നമ്മളിവിടെ പറയുന്നുണ്ട് അല്ലെ, ഭൂമി വേണം അല്ലെ, നെല്ല് അല്ലെങ്കിൽ അല്ലെ പാടത്ത് നെല്ല് വിതക്കണം അല്ലെ, ഒബ്വിയസ്ലി ലാൻഡ് വേണം, സീഡ് അല്ലെ വിത്ത് വേണം, ഫെർട്ടിലൈസർ വളങ്ങൾ വേണം അല്ലെ, വളപ്രയോഗം വേണം, വാട്ടർ വെള്ളം വേണം, പെസ്റ്റിസൈഡ് കീടനാശിനികൾ വേണം, ട്രാക്ടേഴ്സ് ഉഴുതുമറിക്കാൻ ട്രാക്ടേഴ്സ് വേണം, ആൻഡ് ലേബർ തൊഴിലാളികൾ വേണം, ആൻഡ് അതർ തിങ്സ് മറ്റ് തിങ്സുകൾ. ഇതൊക്കെ ഇൻപുട്സുകളാണ്. ഒരു അരിന്റെ ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഇൻപുട്ടുകളാണ്. ഇപ്പൊ ഈ പറഞ്ഞ ഭൂമി ആയിക്കോട്ടെ, വെള്ളം ആയിക്കോട്ടെ, ആളുകളായിക്കോട്ടെ, വിത്തായിക്കോട്ടെ അല്ലെ, പെസ്റ്റിസൈഡ് കീടനാശിനികളായിക്കോട്ടെ, ഫെർട്ടിലൈസർ വളപ്രയോഗങ്ങളായിക്കോട്ടെ, ഇതൊക്കെ എന്താണ്? അതിന്റെ ഇൻപുട്ടാണ്. ആ ഇൻപുട്സുകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു ഫൈനഡ് ഗുഡ്സ് ആയിട്ടുള്ള അരി അല്ലെ റൈസ് ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പോൾ ഇൻഫാക്ട് production refers to the process of the creating goods and services using the variable resources such as labor, capital and raw materials. അപ്പോൾ നമ്മൾ ഉൽപാദനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉൽപാദനത്തിന് ഒരുപാട് ഘടകങ്ങളുണ്ട്, ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് റിസോഴ്സുകൾ ഉണ്ട് കേട്ടോ. ഉൽപാദനത്തിന് ആവശ്യമായിട്ടുള്ള ഒരുപാട് റിസോഴ്സുകൾ ഏതിനകത്ത് വരുന്നുണ്ട്? നമ്മൾ ഈ ഒരു പ്രൊഡക്ഷനകത്ത് വരുന്നുണ്ട്. അപ്പൊ നമുക്കറിയാം, in fact, production refers to the process of creating goods and services using the various resources. അതായത് വ്യത്യസ്ത റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ഉൽപ്പന്നമാകുന്നത്. നമുക്കറിയാം, ലേബർ അല്ലെ, തൊഴിലാളികൾ പണിയെടുക്കണം അല്ലെ, ഏതൊരു കമ്പനി ആയിക്കോട്ടെ ആളുകൾ ജോലി ചെയ്യണം. ക്യാപിറ്റൽ, ഒരു കമ്പനി തുടങ്ങണമെന്നുണ്ടെങ്കിൽ അവിടെ മൂലധനം അല്ലെ ക്യാപിറ്റൽ നിക്ഷേപിക്കണം. മാത്രമല്ല റോ മെറ്റീരിയൽസ്, മറ്റ് അസംസ്കൃത വസ്തുക്കൾ വേണം. ഇതൊക്കെ കൂടിയിട്ടുള്ള എന്ത് ചെയ്യുന്നത്?
ഒരു ഉൽപ്പന്നമായി ഇവയെല്ലാം കൂടി ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത് അല്ലെ ഒരു ഉൽപാദന പ്രക്രിയയിൽ പങ്കാളിയായിട്ടാണ് ഇതിന്റെ ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിൽ ഒരു ഉൽപ്പന്നമായി മാറുന്നത്. മാത്രമല്ല ദ പ്രോസസ് ഓഫ് ദ പ്രൊഡക്ഷൻ ടിപ്പിക്കലി ഇൻവോൾവ്സ് സെവറൽ സ്റ്റേജസ് ഇൻക്ലൂഡിംഗ് ദ പ്ലാനിംഗ്, ഓർഗനൈസേഷൻ, ഫിനാൻസിംഗ് ആൻഡ് മാനേജിംഗ് റിസോഴ്സ് ടു എൻഷുർ ദ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ. നമുക്കറിയാം ഒരു ഉൽപാദന പ്രക്രിയയിൽ ഒരുപാട് ഘടകങ്ങളുണ്ട്. ആകെ എന്താണ് അല്ലെ ഏതൊരു കച്ചവടക്കാരായിക്കോട്ടെ, ഏതൊരു ബിസിനസ് ആളായിക്കോട്ടെ, എന്ത് കച്ചവടം ഞങ്ങൾ ഇടണം അല്ലെ, എന്ത് ഉൽപ്പാദിപ്പിക്കണം അല്ലെങ്കിൽ എന്താണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കണം, ഒരു പ്ലാനിങ് ഉണ്ടാവും. ആ പ്ലാനിങ് മാത്രം ഉണ്ടായിട്ട് കാര്യമില്ല, അവിടെ ഫിനാൻസിങ്, ബഡ്ജറ്റ്, നമ്മൾ പൈസ ഇറക്കണം മാത്രമല്ലോ, ഓർഗനൈസ് ചെയ്യണം അല്ലെ. ഒരു ബിസിനസ് ആയിക്കോട്ടെ, ഒരു കച്ചവടം ആയിക്കോട്ടെ, അതിന് ഹെഡ് എന്ത് ചെയ്യുന്ന എല്ലാവരെയും അല്ലെ മാനേജ് ചെയ്യുന്നുണ്ട്, ഓർഗനൈസ് ചെയ്യുന്നുണ്ട് അല്ലെ. മാത്രമല്ല മാനേജിങ് അല്ലെ, പ്ലാനിങ്, ഓർഗനൈസിങ്, ഫിനാൻസിങ്, അത് നമ്മൾ എന്തൊരു അല്ലെ പ്രൊഡക്ഷൻ ആണെന്നുണ്ടെങ്കിൽ, എന്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ, ഒരു ബിസിനസ് പറയുമ്പോൾ ഒരു ഉൽപാദനമാണ് അല്ലെ, എന്തായിക്കോട്ടെ ഒരു കച്ചവടം അല്ലെങ്കിൽ എന്തൊരു അല്ലെ ഒരു വസ്തു ഉൽപ്പാദിപ്പിക്കുന്ന ഒരു യൂണിറ്റ് ആയിക്കോട്ടെ, ആദ്യം അവർക്ക് എന്തുവാണ് ഒരു പ്ലാനിങ് വേണം, എന്താണ് ഞങ്ങൾ ഉൽപ്പാദിപ്പിക്കേണ്ടതെന്നുള്ളത്. രണ്ടാമത് വേണ്ട ഓർഗനൈസിങ് ആണ്, എങ്ങനെയൊക്കെയാണ് അത് ഓർഗനൈസ് ചെയ്യണം അല്ലെ, എങ്ങനെയൊക്കെ അത് സംഘടിക്കണം എന്നുള്ളത്. മൂന്നാമതാണ് ഫിനാൻസിങ്, അതിലേക്ക് എത്രയൊക്കെ പൈസ കൊടുക്കണം, ഏതൊക്കെ മേഖലയിൽ എങ്ങനെയൊക്കെ ഫിനാൻസും കാര്യങ്ങളൊക്കെ വരുന്നു. നാലാമത് മാനേജിങ്, എങ്ങനെ ഇതെല്ലാം കൂടി മാനേജ് ചെയ്യണം. അപ്പൊ വ്യത്യസ്ത ഘട്ടങ്ങളിലൂടെയാണ് എന്തെന്നത് ഓരോ പ്രൊഡക്ഷനും മുന്നോട്ട് പോകുന്നത് അല്ലെ. ഇതെല്ലാം കൂടിയിട്ട് എന്താ ചെയ്യുന്നത്, ടു എൻഷുർ ദ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ. ഇതെല്ലാം കൂടിയിട്ട് എന്താ ചെയ്യുന്നത്, ഒരു കാര്യക്ഷമമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു എഫക്റ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കാര്യക്ഷമമായിട്ടുള്ള ഒരു ഉൽപാദനത്തിനെ സഹായിക്കുന്ന അല്ലെങ്കിൽ ഒരു കാര്യക്ഷമമായിട്ടുള്ള ഉൽപാദനം ഉറപ്പുവരുത്തുന്ന ഘടകങ്ങളാണ് എന്ത്, പ്ലാനിങ്, ആസൂത്രണം. നമ്മൾ എന്തൊരു പ്ലാൻ ചെയ്യും അല്ലെ, നമുക്ക് ആദ്യം പ്ലാനാ വേണ്ടത്. രണ്ടാമത് ഓർഗനൈസിങ്, സംഘടിപ്പിക്കുക. മൂന്നാമത് ഫിനാൻസിങ് അല്ലെ, നമ്മൾ അവിടെ പണം ഇറക്കേണ്ടി വരും. നാലാമത് നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും, കൈകാര്യം ചെയ്യേണ്ടി വരും. ഇതൊക്കെ എന്താണ് ഒരു ഉൽപാദനത്തിനെ സഹായിക്കുന്ന പ്രധാനപ്പെട്ട ഘടകങ്ങളാണ്. ആൻഡ് production can take the place in the different types of the industries, including manufacturing, agriculture, mining, and services. The production process involves several steps which may vary depending on the industry and the specific product or service being produced. നമുക്കറിയാം ഒരു ഉൽപാദനത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, വ്യത്യസ്ത ടൈപ്പുകളുണ്ട്. ഒരു ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ തന്നെ എല്ലാം ഒരേപോലത്തെ ഉൽപാദനമല്ല. ഭക്ഷണ സാമഗ്രികൾ അല്ലെ, ഭക്ഷണ വസ്തുക്കൾ അല്ലെ, ഭക്ഷണ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. വസ്ത്രങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. ആഡംബര വസ്തുക്കൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരുപാട് ആളുകളുണ്ട്. അപ്പൊ ഓരോ വസ്തുക്കളും എന്ത് ചെയ്യുന്നുണ്ട്, വ്യത്യസ്തമാണ് അല്ലെ. അപ്പൊ പ്രൊഡക്ഷൻ എന്താണ്, ഓരോരോ ഉൽപാദനം എന്താണ്, വ്യത്യസ്ത വ്യവസായങ്ങൾ ഇൻഡസ്ട്രീസിൽ വരുന്നതാണ്. അതിന്റെ മാനുഫാക്ചറിങ്, അതിന്റെ നിർമ്മാണം ആയിക്കോട്ടെ, അഗ്രികൾച്ചർ, കൃഷി എന്താണ്, ഒരു ഉൽപ്പന്നമാണ് അല്ലെങ്കിൽ ഉൽപാദനമാണ്. മൈനിങ് എന്ന് പറഞ്ഞാൽ ഖനികളിലൊക്കെ, സ്വർണ്ണഖനി, കൽക്കരി ഖനികളിലൊക്കെ മൈനിങ് കേട്ടോ. ആൻഡ് സർവീസ് അല്ലെ, ഒരുപാട് സേവനങ്ങൾ. ഇതൊക്കെ എന്താണ്, വ്യത്യസ്തപരമായിട്ടുള്ള അല്ലെ ഒരു ഉൽപാദനത്തിന്റെ വ്യത്യസ്ത തലങ്ങളാണിത്. മാത്രമല്ല പ്രൊഡക്ഷൻ പ്രോസസ് ഇൻവോൾവ് സെവറൽ സ്റ്റെപ്പ്. ഏതൊരു അല്ലെ ഉൽപാദന പ്രക്രിയയിലും നിരവധി സ്റ്റെപ്പുകളുണ്ട്, ഘട്ടങ്ങളുണ്ട് അല്ലെ, വിച്ച് മേ വെരി ഡിപ്പെൻഡിങ് ഓൺ ദ ഇൻഡസ്ട്രി. അത് ഓരോരോ വ്യവസായങ്ങളെയും ആശ്രയിച്ചിട്ടായിരിക്കും. നമുക്കറിയാം ഇപ്പൊ കാർഷിക മേഖലയിലാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റെപ്പുകളായിരിക്കും. ആദ്യം അല്ലെ ഭൂമി കണ്ടെത്തുക, പിന്നീട് സീഡ് അല്ലെ, പെസ്റ്റിസൈഡ്സ്, വളപ്രയോഗം, തൊഴിലാളികൾ, അങ്ങനെ. ഇനിയിപ്പോ ഒരു വ്യവസായ എക്സ്പെഷ്യലി ഒരു ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി അല്ലെ, ഒരു തുണിത്തര വ്യവസായങ്ങളാണെന്നുണ്ടെങ്കിൽ അവിടെ ഈ ലാൻഡ്, കൃഷി അങ്ങനെ നല്ലൊരു വരിക. അവിടെ എന്തായിരിക്കും വരിക, അവിടെ അല്ലെ നൂലുണ്ടാക്കുക, അതുപോലെ തന്നെ അല്ലെ, അതുപോലെ തന്നെ സ്പിന്നർ നൂല്, അതുപോലെ തന്നെ പിന്നീട് എന്തുണ്ടാക്കും, ക്ലോത്ത് ആക്കും. പിന്നീട് അതിന്റെ പ്രൊഡക്ഷൻ ഒഴിച്ച ഓരോരോ വ്യവസായങ്ങളിലും എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപാദനം വ്യത്യസ്ത തലങ്ങളിലാണ്. മാത്രമല്ല ഓക്കെ, ദ പ്രൊഡക്ഷൻ ഈസ് ആൻ ഇമ്പോർട്ടന്റ് ഓഫ് ദ സെവറൽ റീസൺ. നമുക്കറിയാം ഉൽപാദനത്തിന് ഒരുപാട് അല്ലെ, ഉൽപാദനത്തിനെ സഹായിക്കുന്ന അല്ലെ ഉൽപാദനത്തെ സ്വാധീനിക്കുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്. ഫസ്റ്റ് വൺ ആണ് ദ ക്രിയേഷൻ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. ഫസ്റ്റ് വൺ ദ ക്രിയേഷൻ ഓഫ് വാല്യൂ എന്ന് പറയുന്നത് കേട്ടോ. ഞാനത് കളർ ചെയ്യാൻ മാർക്ക് ചെയ്യാൻ മറന്നതാണ്. ബട്ട് ഫസ്റ്റ് വൺ നിങ്ങൾ ലിസൺ ചെയ്യുക. ക്രിയേഷൻ ഓഫ് വാല്യൂ, ഫസ്റ്റ് വൺ ക്രിയേഷൻ ഓഫ് വാല്യൂ എന്നുള്ളതാണ്. ദ പ്രൊഡക്ഷൻ, അതായത് എന്താണ് ക്രിയേഷൻ വാല്യൂ എന്നുള്ളത് നോക്കാം കേട്ടോ. Production creates value for customers by the transforming of the raw materials and the inputs into the finished goods and services that meet their needs and wants. അതായത് ആളുകളുടെ ആവശ്യങ്ങൾക്ക് അനുസരിച്ചിട്ടും ആളുകളുടെ താല്പര്യങ്ങൾക്ക് അനുസരിച്ചിട്ടുള്ള സാധന സേവനങ്ങളെ പൂർണ്ണ രൂപത്തിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വേണം, ഓരോ വസ്തുക്കൾക്കും ഓരോ വാല്യൂ ആണ് അല്ലെ. ഏതൊരു വസ്തുക്കൾക്കും ഓരോ മൂല്യം വേണം അല്ലെ. മൂല്യം ഉണ്ടെങ്കിലേ എന്ത് ചെയ്യാൻ പറ്റൂ, ഒരു ഉൽപ്പന്നം അല്ലെ, ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ പറ്റൂ അല്ലെ. വാല്യൂ ഉണ്ട്, ആളുകൾക്ക് അത് അല്ലെ ഓക്കെ ആണ്, അല്ലെങ്കിൽ ഒരു വാല്യൂ കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ,
ആ ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു പ്രൊഡക്ഷൻ പിന്നീട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഇപ്പൊ വാല്യൂ എന്ന് പറയപ്പെടുന്നത് എന്താണ്? ഇമ്പോർട്ടൻറ്റ് അല്ലെ ഫാക്ടേഴ്സ് ഇൻ പ്രൊഡക്ഷൻ. ഒരു ഉൽപാദനത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് എന്ത്? ക്രിയേഷൻ ഓഫ് വാല്യൂ എന്ന് പറയുന്നത്. രണ്ടാമത്തത് എക്കണോമിക് ഗ്രോത്ത്. അല്ലെ, നമുക്കറിയാം ഏതൊരു ഉൽപ്പന്നവും ഉൽപ്പാദിപ്പിക്കുന്ന ആളുടെ ലക്ഷ്യം എന്തായിരിക്കും? സാമ്പത്തിക വളർച്ചയായിരിക്കും. അല്ലെ, എസ്പെഷ്യലി ദ പ്രൊഡക്ഷൻ ഈസ് ദ കീ ഡ്രൈവർ അല്ലെ, അല്ലെങ്കിൽ കീ ഡ്രൈവർ ഓഫ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെന്റ്. നമുക്കറിയാം ഏതൊരു ഉൽപ്പന്നത്തിന്റെയും പ്രധാനപ്പെട്ട അല്ലെ ഒരു മുഖ്യ ഘടകം എന്ന് പറയുന്ന സാമ്പത്തിക വളർച്ചയും അതിന്റെ അഭിവൃദ്ധിയൊക്കെയാണ്. മാത്രമല്ല ഇറ്റ് ക്രിയേറ്റ്സ് എംപ്ലോയ്മെന്റ്, ജനറേറ്റ്സ് ഇൻകം ആൻഡ് കോൺട്രിബ്യൂട്ട്സ് ടു ദി ഓവറോൾ ഗ്രോത്ത് ഓഫ് എക്കണോമി. നമുക്കറിയാം സാമ്പത്തിക വളർച്ച ഉണ്ടാകുമ്പോൾ തന്നെ എന്ത് ഉണ്ടാവും? അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഒരുപാട് തൊഴിലാളികളാകുമ്പോൾ അവർക്ക് ഒരുപാട് ഇൻകം വരും അല്ലെ. ഇങ്ങനെ ഇൻകം വരുന്നതിലൂടെ നമ്മുടെ രാജ്യത്ത് തന്നെ സമ്പദ് വ്യവസ്ഥയിലെ മൊത്തത്തിൽ എന്ത് ചെയ്യും? ഒരു ഡെവലപ്മെന്റ് ഉണ്ടാകും. അപ്പൊ നമ്മുടെ പ്രൊഡക്ഷനെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം ക്രിയേഷൻ ഓഫ് വാല്യൂ. എന്തൊരു വസ്തു ആയിക്കോട്ടെ അതിന് എന്തുണ്ടാവണം? ഒരു മൂല്യം ഉണ്ടാവണം. മൂല്യം ഉണ്ടാകുന്ന വസ്തുക്കൾക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ? അല്ലെ, ആ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക? സക്സസ് ആയിട്ട് പോകും. രണ്ടാമത്തത് പറഞ്ഞത് എന്താണ്? നമ്മള് അല്ലെ ഒരു എക്കണോമിക് ഗ്രോത്ത് ആയി ഏതൊരു ഉൽപ്പന്നമായിക്കോട്ടെ ഏതൊരു ഉൽപാദനമായിക്കോട്ടെ അതിന്റെ ലക്ഷ്യം എന്തായിരിക്കും? സാമ്പത്തിക വളർച്ച അല്ലെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കും. അല്ലെ, സാമ്പത്തിക വളർച്ചയുടെ പ്രത്യേകത എന്താണ്? അല്ലെ, അവിടെ ഒരുപാട് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കും. ഒരു ഉൽപാദന യൂണിറ്റ് വരികയാണെങ്കിൽ നമുക്കറിയാം ഇപ്പൊ ഒരു അല്ലെ ഒരു വലിയൊരു ഉൽപാദന യൂണിറ്റ് ആയിക്കോട്ടെ, വലിയൊരു അല്ലെ ഷോപ്പിംഗ് കോംപ്ലക്സ് അല്ലെങ്കിൽ ഷോപ്പിംഗ് മാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് ആളുകൾക്ക് തൊഴിൽ സൃഷ്ടിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് അവിടെ വരുമാനം സൃഷ്ടിക്കുന്നു. അതേപോലെ തന്നെ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ്, ഒരു ഉൽപാദന യൂണിറ്റ് അല്ലെ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവിടെ ഒരുപാട് ആളുകൾക്ക് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്. വരുമാനം അല്ലെ ഒരുപാട് ആളുകൾക്ക് വരുമാനങ്ങൾ എത്തിക്കുന്നുണ്ട്. അതുവഴി എന്ത് ചെയ്യുന്നുണ്ട്? രാജ്യത്തിന്റെ വളർച്ചയും സാധ്യമാകുന്നുണ്ട്. മൂന്നാമതായിട്ട് വരുന്ന ഇന്നോവേഷൻ എന്ന് പറയുന്നത് നവീകരണം അല്ലെ, നൂതന സാങ്കേതിക വിദ്യകൾ. എക്സ്പെഷ്യലി നമുക്കറിയാം പ്രൊഡക്ഷൻ ഡ്രൈവ്സ് innovation by encouraging the firms to develop the new products and the process of the improve the efficiency, reduce cost and increase quality. അതായത് ഏതൊരു കച്ചവടക്കാരും അല്ലെങ്കിൽ ഏതൊരു അല്ലെ പ്രൊഡ്യൂസേഴ്സ്, ഏതൊരു നിർമ്മാതാക്കളും അല്ലെങ്കിൽ ഏതൊരു ഉൽപ്പന്നം നിർമ്മിക്കുന്ന നിർമ്മാതാക്കൾ എന്താ ശ്രദ്ധിക്കുക? മാനുഫാക്ചേഴ്സ് എന്താ ശ്രദ്ധിക്കുക? അല്ലെ, കുറഞ്ഞ ചെലവില് നല്ല ക്വാളിറ്റി ഉള്ള അല്ലെ നല്ല സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാനാണ് അവർ ശ്രമിക്കുക. കുറഞ്ഞ ചെലവിന്. അപ്പൊ കുറഞ്ഞ ചെലവിന് നല്ല ക്വാളിറ്റി സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യും? നല്ല നല്ല ടെക്നിക്സ് അല്ലെങ്കിൽ നല്ല നല്ല മെഷീൻസുകൾ, നല്ല നല്ല ടൂൾസുകൾ അല്ലെ, നല്ല ന്യൂ പ്രൊഡക്ട്സുകൾ, പുതിയ പുതിയ ഉൽപ്പന്നങ്ങൾ അവരെന്ത് ചെയ്യും? അവരുടെ ഉൽപാദന പ്രവർത്തനങ്ങൾ കൂടുതൽ നൂതനമാക്കാനും അത് കൂടുതലായിട്ട് അല്ലെ കാര്യക്ഷമമായിട്ട് മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യും? കുറഞ്ഞ ചെലവിലും കൂടുതൽ മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടും എന്ത് ചെയ്യുന്നുണ്ട്? അവര് നല്ല തരത്തിലുള്ള ടെക്നോളജി എന്ത് ചെയ്യുന്നുണ്ട്? അവര് യൂസ് ആക്കുന്നുണ്ട്. നാലാമത്തെ കോമ്പറ്റീറ്റീവ്നെസ്. നമുക്കറിയാം ഒരു ഉൽപാദന മേഖലയിൽ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്? മത്സരം എന്ന് പറയുന്നത്. നമുക്കറിയാം എന്തൊരു വസ്തു ആയിക്കോട്ടെ, ഇപ്പൊ ഒരു വസ്ത്രം ആയിക്കോട്ടെ, ഇനിയിപ്പോ ഒരു ഹോട്ടൽ ആയിക്കോട്ടെ, ഇനിയിപ്പോ എന്ത് സാധനങ്ങളായിക്കോട്ടെ നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു കോമ്പറ്റീവ്നെസ്, ഒരു മത്സരം ഉണ്ടായിരിക്കും. ഒരാൾ മാത്രമല്ല ഒരു സാധനത്തിന്റെ. നമ്മളെ ഇന്ത്യ പോലെയുള്ള ഡെവലപ്പിംഗ് കൺട്രീസിൽ ഒരുപാട് ആളുകൾ എന്ത് ചെയ്യുന്നുണ്ട്? പല മേഖലയിൽ ഒരേ ഫീൽഡ് തന്നെ പല വ്യത്യസ്ത അല്ലെ വ്യത്യാസങ്ങൾ നിലനിൽക്കുന്ന പല എന്റർപ്രണേഴ്സ് ഉണ്ട്, സംരംഭകരുണ്ട്. സോ അവരുടെയൊക്കെ ലക്ഷ്യം എന്തായിരിക്കും? കോമ്പറ്റീറ്റീവ് അല്ലെ, മത്സരിച്ചിട്ട് എന്ത് ചെയ്യാൻ മുന്നേറുക എന്നുള്ളത്. അപ്പൊ മത്സരം എന്നുള്ളതിന് എന്തിനാ എവിടെ പ്രാധാന്യമുണ്ട്? ഒരു ഉൽപാദന പ്രവർത്തനത്തില് മത്സരം എന്നുള്ള കൺസെപ്റ്റിന് വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ. കോമ്പറ്റീറ്റീവ്നെസ്. ദ പ്രൊഡക്ഷൻ ഈസ് എസെൻഷ്യൽ for the firms to remain the competitive in the market. Efficient production of the process of the allow firm to offer products at the lower prices which can increase the market share and profitability. Competitiveness എന്ന് പറഞ്ഞാൽ മത്സരാധിഷ്ഠിതം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഉൽപാദനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്? അല്ലെ, എസ്പെഷ്യലി ഒരു കമ്പോള മാർക്കറ്റിൽ, അതായത് ഒരു മാർക്കറ്റ് എക്കോണമിയിൽ അല്ലെ, ഏത് മാർക്കറ്റ് എക്കോണമി ആയിക്കോട്ടെ, സെൻട്രലൈസ്ഡ് എക്കോണമി, ഏതൊരു എക്കോണമിയിലായിക്കോട്ടെ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മാർക്കറ്റില് മത്സരാധിഷ്ഠിതമായിട്ടുള്ള അല്ലെ ഒരു പ്രൊഡക്ഷൻ അല്ലെ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷനിൽ ഉൽപാദനത്തിന്റെ മത്സരങ്ങൾ കാണാൻ കഴിയും. പ്രധാനമായിട്ടും എങ്ങനെയാണ് നിലനിൽക്കുന്നത്? എഫിഷ്യന്റ് പ്രൊഡക്ഷൻ പ്രോസസ് അലോ ടു ഫേംസ് ടു ഓഫർ ദ പ്രൊഡക്ട്സ് അറ്റ് ദി ലോവർ പ്രൈസസ് വിച്ച് ക്യാൻ ഇൻക്രീസ് ദ മാർക്കറ്റ് ഷെയർ ആൻഡ് പ്രോഫിറ്റബിലിറ്റി. അതായത് കാര്യക്ഷമമായിട്ടുള്ള ഉൽപാദന പ്രക്രിയയിൽ എന്ത് കാരണമാകുന്നുണ്ട്? പ്രധാനമായിട്ടും ഉൽപാദനങ്ങൾ കാരണമാണ് കുറഞ്ഞ വിലയിൽ, എക്സ്പെഷ്യലി കുറഞ്ഞ വിലയിൽ അല്ലെ നല്ല രീതിയിലേക്ക് അല്ലെ കുറഞ്ഞ വിലയിൽ ആളുകൾ എപ്പോഴും എങ്ങനെ മത്സരിക്കുക? ഏറ്റവും ചീപ്പസ്റ്റ് റേറ്റിലേക്ക് ആക്കാൻ ആളുകൾ. നമുക്കറിയാം സാധാരണക്കാരായിട്ടുള്ള ആളുകളെ അല്ലെങ്കിൽ സാധാരണക്കാരായിട്ടുള്ള ആളുകൾ കൂടുതലുള്ള ഒരു എക്കണോമിയിലാണെന്നുണ്ടെങ്കിൽ അല്ലെ ഈ
എന്ത് സാധനങ്ങളുടെയും മാനുഫാക്ചേഴ്സ് എന്താ ചിന്തിക്കുക അല്ലെ, ഏറ്റവും കുറഞ്ഞ വിലയിലാവുമ്പോൾ കൂടുതൽ ആളുകൾ, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ഡിമാൻഡ് കേസിൽ പ്രൈസ് കുറയുമ്പോൾ ആളുകൾക്ക് ആവശ്യം കൂടും, അപ്പൊ വില കുറക്കുമ്പോൾ ആളുകൾ കൂടും. അപ്പൊ അതുകൊണ്ട് തന്നെ അവരെന്ത് ചെയ്യും, അങ്ങനെ വില കൂട്ടും കുറക്കുകയോ ചെയ്തിട്ട് ഒരു മത്സരം അല്ലെ എവിടെ കാണാൻ കഴിയും, ഉൽപാദനത്തിൽ കാണാൻ കഴിയും. മാത്രമല്ല സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, നല്ല ജീവിത നിലവാരം, അതായത് production plays a crucial role in the improving the standard of living by people by providing them to access the wide range of the goods and services to enhance their quality of life. ആളുകൾക്ക് അവർ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ജീവിതം അല്ലെ, ജീവിതം നയിക്കാൻ അല്ലെ ഉൽപാദന യൂണിറ്റുകൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു കാരണമായി മാറുന്നു. കാരണം ആളുകൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഉൽപ്പന്നങ്ങളൊക്കെ വിപണിയിൽ എത്തിക്കുന്നുണ്ട്. ഇപ്പൊ നമുക്കറിയാം പഴയ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്തായിരുന്നു, ഇത്തരത്തിലുള്ള ടെക്നോളജീസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അലക്ക് കല്ലുകള് അലക്കണം, അതുപോലെ തന്നെ അമ്മിക്കല്ലില് അരക്കണം, ഇങ്ങനെയൊക്കെയുള്ള കൺസെപ്റ്റുകളായിരുന്നു. വെള്ളം കിണറിൽ നിന്ന് കോരി എടുക്കണം, ഇങ്ങനെയൊക്കെ ആയിരുന്നു. എന്നാൽ പിന്നീട് ഓരോരോ ആളുകളുടെ ആളുകളുടെ ആഗ്രഹങ്ങളും ആളുകളുടെ ജീവിത നിലവാരം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഓരോരോ പ്രൊഡക്റ്റുകൾ എന്ത് ചെയ്യുന്നത് വിപണിയിൽ എത്തുന്നത്. നമുക്കറിയാം വാഷിംഗ് മെഷീൻ ആയിക്കോട്ടെ, ആളുകളുടെ ആഗ്രഹങ്ങൾ ആളുകളുടെ സംതൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ആളുകളുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, ഓരോരോ പ്രൊഡക്റ്റുകൾ മാർക്കറ്റിലേക്ക് എത്തുന്നത്. അപ്പോൾ എന്തുണ്ട് അല്ലെ, ഒരു ഉൽപാദനം അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അതിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് എന്ത്, ലിവിങ് അല്ലെ, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ആളുകളുടെ മെച്ചപ്പെട്ട ജീവിത നിലവാരം ഉറപ്പുവരുത്താൻ ആര് ശ്രമിക്കുന്നുണ്ട്, ഓരോ ഉൽപാദക യൂണിറ്റുകളും ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, ഇനി എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, പാരിസ്ഥിതികപരമായിട്ടുള്ള അല്ലെങ്കിൽ സുസ്ഥിരപരമായിട്ടുള്ള പരിസ്ഥിതി. അതായത് നമുക്കറിയാം എന്തൊരു ഉൽപാദനം കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ നമുക്കറിയാം അതിന് ഒരുപാട് നെഗറ്റീവ് വശങ്ങളുണ്ട്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചില യൂണിറ്റുകൾ കൊണ്ടുവരിക ചിലപ്പോൾ പരിസ്ഥിതി പ്രദേശങ്ങളിലായിരിക്കും അല്ലെ, എന്തെങ്കിലും ഒരു യൂണിറ്റ് കൊണ്ടുവരുമ്പോൾ അവിടെ ഒരുപാട് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഒരുപാട് ജീവജാലങ്ങളൊക്കെ അവിടെ എന്തുണ്ടാവും, അവിടെ വംശനാശ ഭീഷണി നേരിടേണ്ടി വരും. അപ്പോൾ നമ്മൾ പറയുന്നത് എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ പാരിസ്ഥിതികപരമായിട്ടുള്ള സുസ്ഥിര വികസനം അല്ലെങ്കിൽ സുസ്ഥിരത എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷൻ ക്യാൻ ആൾസോ കോൺട്രിബ്യൂട്ട് ടു ദ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി, പ്രൊമോട്ടിംഗ് ദ യൂസ് ഓഫ് ദ റിന്യൂവബിൾ റിസോഴ്സ്, റെഡ്യൂസിംഗ് വേസ്റ്റ് ആൻഡ് മിഷൻസ് ആൻഡ് ഇംപ്രൂവിംഗ് ദ റിസോഴ്സ് എഫിഷ്യൻസി. അതായത് ഇന്നത്തെ കാലത്ത് നമ്മുടെ ഇപ്പോഴുള്ള ഈ നമ്മുടെ 21 സെഞ്ചുറി, നമ്മുടെ 21-ാം നൂറ്റാണ്ടിൽ ഇപ്പോൾ നിലനിൽക്കുന്ന എന്താണ് പരിസ്ഥിതിക്ക് ആഘാതം വരുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ആഘാതം വരുന്ന അല്ലെങ്കിൽ പരിസ്ഥിതിക്ക് ദോഷം വരുത്തുന്ന എല്ലാ തരത്തിലുള്ള ഉൽപ്പന്നങ്ങളും ഉൽപാദനങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഒഴിവാക്കിക്കൊണ്ട് പരിസ്ഥിതിയെ പരമാവധി സംരക്ഷിച്ചും കൊണ്ടുള്ള വികസനങ്ങളും ഉൽപാദന വികസനങ്ങളൊക്കെയാണ് ഇപ്പൊ എല്ലാ ലോകരാജ്യങ്ങളും എന്ത് ചെയ്യുന്നത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതായത് സസ്റ്റൈനബിൾ എൻവയോൺമെന്റ് അല്ലെങ്കിൽ എൻവയോൺമെന്റൽ സസ്റ്റൈനബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അതായത് പരിസ്ഥിതിക്ക് ദോഷം വരുത്താത്ത അല്ലെങ്കിൽ പരിസ്ഥിതിയെ മലിനമാക്കാത്ത രീതിയിലുള്ള ഉൽപാദനം. അതായത് ഇപ്പൊ നമുക്കറിയാം ചിലത് റീസൈക്കിൾ ചെയ്യാൻ കഴിയും, വീണ്ടും ഉൽപ്പാദിപ്പിക്കാൻ കഴിയും, അല്ലെങ്കിൽ വീണ്ടും ഉപയോഗിക്കാൻ പറ്റും. ഇപ്പൊ നമുക്കറിയാം പ്ലാസ്റ്റിക് കുപ്പികൾ വലിച്ചെറിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് വീണ്ടും ഒരു അടുത്തൊരു പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. എന്തൊരു വസ്തുക്കളായിക്കോട്ടെ പല നമ്മൾ വലിച്ചെറിയുന്ന പല വസ്തുക്കളും കൊണ്ട് അടുത്തൊരു പ്രൊഡക്റ്റ്. അപ്പം എന്താണ് പരിസ്ഥിതിക്ക് അത്രത്തോളം എന്തുണ്ടാവില്ല ആഘാതങ്ങൾ ഉണ്ടാവില്ല. അപ്പോൾ പരിസ്ഥിതിപരമായിട്ടുള്ള പരിസ്ഥിതി എപ്പോഴും സ്ഥിരമാക്കാൻ ആര് ശ്രമിക്കുന്നുണ്ട്, ഈ ഉൽപാദന ഘടകങ്ങൾ ശ്രമിക്കുന്നതായിട്ട് നമുക്ക് പറയാൻ കഴിയും. പിന്നീട് വരുന്നതാണ് ഓവറോൾ പ്രൊഡക്ഷൻ ഈസ് എ വിറ്റൽ ആസ്പെക്ട് ഓഫ് ദി എക്കണോമി ആൻഡ് പ്ലേസ് എ സിഗ്നിഫിക്കന്റ് റോൾ ഇൻ ദ ഷേപ്പിംഗ് ദ വെൽ ബീയിങ് ദ ഇൻഡിവിജ്വൽ ആൻഡ് സൊസൈറ്റീസ്. സമൂഹത്തിലെയും വ്യക്തികളെയും ഒരു സമൂഹത്തില് അല്ലെങ്കിൽ ഒരു സാമ്പത്തിക മേഖല നല്ല രീതിയിൽ ജീവിക്കുന്നതിൽ ഒരു ഉൽപാദനം അല്ലെങ്കിൽ ഉൽപാദന യൂണിറ്റിന് എന്തുണ്ട്, വലിയൊരു പങ്കുണ്ട്. It is a crucial activity the economy that involves the transformation of the inputs into the finished goods as services. It serves several important functions, including the creation of value for customers, driving economic growth, promoting innovation, increasing competitiveness, improving the living standard, that contributing the environmental sustainability by the efficiently producing the goods and services firm can increase their profitability and the market share while providing benefit of the society as a whole. നമുക്കറിയാം ഏതൊരു ഉൽപാദന യൂണിറ്റും എന്ത് ചെയ്യുന്നുണ്ട്, ആളുകളുടെ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ ഉൽപ്പന്നങ്ങളും അവരെ വിപണിയിലേക്ക് എത്തിക്കുമ്പോഴും അവരുടെ പരമാവധി ലക്ഷ്യം എന്തായിരിക്കും, അവർക്ക് മാക്സിമം എന്ത് ചെയ്യുക, പ്രോഫിറ്റ് കിട്ടുക, എക്കണോമിക് സ്റ്റെബിലിറ്റി അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിരത അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത്, ഇതൊക്കെയാണ് അവർ ശ്രദ്ധിക്കുന്നത്. മാത്രമല്ല നമുക്കറിയാം ഒരു പ്രൊഡക്ഷന് ഒരു സാമ്പത്തിക മേഖലയിലെ ഒരു ഉൽപാദനത്തെ ഉൽപാദന എന്ന് പറയപ്പെടുന്ന ആ ഒരു
അല്ലെ പ്രക്രിയയിലെ രൂപപ്പെടുത്തുന്ന നിരവധി ഘടകങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ. പ്രധാനമായിട്ടും എന്തുണ്ട്, വാല്യൂ, ക്രിയേഷൻ ഓഫ് വാല്യൂ അല്ലെ, പ്രധാനമായിട്ടും മൂല്യം അല്ലെ, ഉൽപാദകർക്കിടയിൽ ഒരു മൂല്യം, ഒരു വിപണിയിൽ ഒരു വസ്തുവിന്റെ അല്ലെ ഉൽപാദക മൂല്യം വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, സാമ്പത്തിക വളർച്ച, ടെക്നോളജി ഉപയോഗിക്കുക, മത്സരങ്ങൾ ഉണ്ടാകും, നല്ല ജീവിത നിലവാരം, ഇതൊക്കെ എന്തിന് കാരണമാകുന്നുണ്ട്? ഒരു ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ഉൽപാദകൻ അല്ലെങ്കിൽ ഒരു പ്രൊഡക്ഷൻ യൂണിറ്റ് അല്ലെങ്കിൽ ഒരു ഉൽപാദക യൂണിറ്റ് ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അവരുടെ പ്രധാനപ്പെട്ട നേട്ടം എന്തായിരിക്കും? പ്രോഫിറ്റ് ആണ് അല്ലെ. സമൂഹത്തിന്റെ വളർച്ച ഒരു കാരണമാണ്, ബട്ട് അതിനേക്കാൾ അവർ എന്താണ് ആഗ്രഹിക്കുക? സാമ്പത്തിക അല്ലെ ലാഭമാണ്. ഇനി നമുക്ക് വരുന്നതാണ് കീ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസ് ദ പ്രൊഡക്ഷൻ പ്രോസസ് ഇൻക്ലൂഡ്. ഒരു ഉൽപാദന പ്രക്രിയയെ സ്വാധീനിക്കുന്ന പ്രധാനപ്പെട്ട കുറച്ച് ടെക്നോളജീസ് ആണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞതിലും വരുന്നുണ്ട് അല്ലെ. നമ്മൾ നേരത്തെ പറഞ്ഞത് എന്തായിരുന്നു അല്ലെ? പ്രധാനമായിട്ടും ഒരു ഉൽപാദനം വരാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളാണ്. ഇനി നമ്മൾ ഉൽപാദനത്തിനെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങൾ പറയുന്നുണ്ട്. ഉൽപാദന പ്രക്രിയയെ സ്വാധീനിക്കുന്ന കീ ഫാക്ടേഴ്സ് ഏതൊക്കെ നോക്കാം. ഒന്ന് ടെക്നോളജിയാണ് അല്ലെ. സാങ്കേതിക വിദ്യ ഉൽപാദനത്തെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. നമുക്കറിയാം, ദ അഡ്വാൻസസ് ഇൻ ദ ടെക്നോളജി ക്യാൻ ലെഡ് ടു ദ മോർ എഫിഷ്യന്റ് ആൻഡ് എഫക്റ്റീവ് പ്രൊഡക്ഷൻ പ്രോസസ് റിസൾട്ടിംഗ് ദ ഹയർ ഔട്ട്പുട്ട് ആൻഡ് ലോവർ കോസ്റ്റ്. ടെക്നോളജി എന്തിനാണ് ഇവര് ഉൽപ്പന്നം ഒരു സാധനം ഉൽപ്പാദിപ്പിക്കാൻ ഇവർ എന്തിനാണ് ടെക്നോളജി ചെയ്യുന്നത്? കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും കൂടുതൽ ഗുണമേന്മയുള്ള സാധനം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ട് ഇവർ നല്ല രീതിയിലുള്ള ടെക്നോളജി ആരുപയോഗിക്കുന്നുണ്ട്? ഓരോ ഉൽപാദക യൂണിറ്റ് അല്ലെങ്കിൽ ഓരോ പ്രൊഡക്ഷൻ അല്ലെ യൂണിറ്റുകളും യൂസ് ചെയ്യുന്നുണ്ട് അല്ലെ. അഡ്വാൻസ് ഇൻ ദ ടെക്നോളജി ക്യാൻ ലെറ്റ് മോർ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യന്റ്. അത് അല്ലെ കൂടുതൽ കാര്യക്ഷമമായിട്ടുള്ള ടെക്നോളജി സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കുമ്പോൾ എന്ത് ചെയ്യും? കൂടുതൽ ഉൽപാദനം ഉണ്ടാവും. മാത്രമല്ല അത് എന്തിനു കാരണമാവും അല്ലെ? കൂടുതൽ അവർക്ക് ഔട്ട്പുട്ട് എത്തിക്കാൻ കഴിയും. ഔട്ട്പുട്ട് എന്നാൽ കൂടുതലായിട്ട് അവർക്ക് ഉൽപ്പന്നമാക്കാൻ കഴിയും. മാത്രമല്ല എന്തിലൂടെ? കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ ഈ ടെക്നോളജിയിലൂടെ പ്രൊഡക്ഷൻ യൂണിറ്റ്സുകളും പ്രൊഡക്ഷൻ പ്രൊഡ്യൂസേഴ്സിനും എന്ത് ചെയ്യുന്നുണ്ട്? കഴിയുന്നുണ്ട്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട ഉൽപാദനത്തെ സഹായിക്കുന്ന ഉൽപാദന പ്രക്രിയയെ സഹായിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണ് ലേബർ, തൊഴിൽ എന്ന് പറയുന്നത്. ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ലേബർ ഈസ് ഇൻഅവൈലബിൾ ക്യാൻ ഹാവ് ആൻ ഇമ്പാക്ട് ഓൺ ദി എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോസസ്. നമുക്കറിയാം, തൊഴിൽ ഏതൊരു ഉൽപാദനത്തിനെയും അല്ലെ സ്വാധീനിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഘടകമാണിത് തൊഴിൽ എന്ന് പറയുന്നത് അല്ലെ. ദ ക്വാളിറ്റി ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ലേബർ, ജോലിയിൽ ഉണ്ടാകുന്ന അളവ്, അതായത് ഒരുപാട് ജോലിക്കാരായിക്കോട്ടെ ഇനിയുള്ള ജോലിക്കാരുടെ ഗുണമേന്മയൊക്കെ എന്തിനു കാരണമാകുന്നുണ്ട്? ക്യാൻ അവൈലബിൾ ഇൻ ഹാവ് എൻ ഇമ്പാക്ട് ഓൺ ദി എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി ഓഫ് ദി പ്രൊഡക്ഷൻ പ്രോസസ്. ഒരു ഉൽപാദന പ്രക്രിയയിലെ പ്രൊഡക്ടിവിറ്റി അല്ലെ, അതിന്റെ ഉൽപാദനയും അതിന്റെ കാര്യക്ഷമതയും അല്ലെ ബാധിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്ത്? തൊഴിൽ എന്ന് പറയുന്നത്. തൊഴിൽ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നല്ല ക്വാളിറ്റി ആയിട്ട് ഗുണമേന്മയിലൂടെ തൊഴിൽ ചെയ്യുക. രണ്ടാമത്തത് ഒരുപാട് ആളുകളുടെ അല്ലെ ക്വാണ്ടിറ്റി, ഒരുപാട് ആളുകൾ ജോലി ചെയ്യാന്നുള്ളത് അല്ലെ. അപ്പൊ അത് എന്തിനു കാരണമാകുന്നുണ്ട്? പ്രൊഡക്ഷനിൽ കാരണമാകുന്നുണ്ട്. അതായത് ഏതൊരു പ്രൊഡക്ഷൻ യൂണിറ്റും ശ്രദ്ധിക്കുന്ന എന്താണ് അല്ലെ? നല്ല ക്വാളിറ്റി ഉള്ള ലേബർ, അതോടൊപ്പം തന്നെ നല്ല ക്വാണ്ടിറ്റിയിൽ എന്ത് ചെയ്യുന്ന ലേബർ പ്രൊഡ്യൂസ് ചെയ്യുന്ന നല്ല ഗുഡ്സുകളാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. മൂന്നാമത്തേതാണ് ക്യാപിറ്റൽ, മൂലധനം എന്ന് പറയുന്നത്. The availability and the quality of capital such as machinery, equipment and infrastructures can affect the efficiency and effectiveness of production എന്നുള്ളതാണ് കേട്ടോ. ചെറിയ മിസ്റ്റേക്സുകൾ വന്നിട്ടുണ്ട് ടൈപ്പിങ്ങിന്റെ സമയത്ത്. ക്യാപിറ്റൽ, മൂലധനം എന്ന് പറഞ്ഞാൽ ദ അവൈലബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് എ ക്യാപിറ്റൽ. ഒരു മൂലധനം അല്ലെ, മൂലധനം എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം എന്താണ് അല്ലെ, നമുക്ക് അസറ്റ് ആയിട്ട് വരുന്നതാണ്, നമ്മൾ ആസ്തിയിൽ വരുന്നതാണ് അല്ലെ. അപ്പോൾ മൂലധനം എന്ന് പറഞ്ഞാൽ ദ അവൈലബിലിറ്റി ആൻഡ് ക്വാളിറ്റി ഓഫ് എ ക്യാപിറ്റൽ. ഒരു മൂലധനത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്യാപിറ്റലിന്റെ ലഭ്യതയും അതിന്റെ ഗുണമേന്മയും. എസ്പെഷ്യലി നമുക്കറിയാം ക്യാപിറ്റൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം മെഷീനറി അതൊരു മൂലധനമാണ്. ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു മൂലധനമായിട്ട് പണം മാത്രമല്ല അല്ലെ. എന്തൊക്കെ ഉണ്ട്? അസറ്റ് എന്ന് പറയുമ്പോൾ പണം മാത്രമല്ലല്ലോ, മെഷീനറി ഉണ്ട്, എക്യുപ്മെന്റ്സ് അല്ലെ, അതിന്റെ എക്യുപ്മെന്റ്സുകൾ മാത്രമല്ല ആൻഡ് ഇൻഫ്രാസ്ട്രക്ചേഴ്സ്, അതിന്റെ അടിസ്ഥാന സൗകര്യങ്ങളൊക്കെ എന്തിനു കാരണമാകുന്നുണ്ട്? ആ ഉൽപാദനത്തെ നല്ല രീതിയിൽ അല്ലെ ഉൽപാദന പ്രക്രിയയിൽ കൂടുതൽ ഉൽപ്പന്നമാക്കാനും കൂടുതൽ ഉൽപ്പാദിപ്പിക്കാനും സഹായകമാക്കുന്നുണ്ട്. നാലാമത്തെയാണ് റോ മെറ്റീരിയൽസ്. നമുക്കറിയാം ഒരു ഉൽപാദനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ അവിടെ എന്ത് വേണം? ആ ഉൽപാദനം ആവണമെന്നുണ്ടെങ്കിൽ ഒരു ഉൽപ്പന്നമായി മാറുന്നുണ്ടെങ്കിൽ അതിന് നിരവധി അസംസ്കൃത വസ്തുക്കൾ വേണം അല്ലെ. അവൈലബിലിറ്റി, ക്വാളിറ്റി ആൻഡ് കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽസ് ക്യാൻ ഹാവ് എൻ ഇമ്പാക്ട് ഓഫ് ദ പ്രൊഡക്ഷൻ പ്രോസസ്. ഒരു ഉൽപാദന പ്രക്രിയയിൽ അല്ലെ ഏറ്റവും കൂടുതൽ ഒരു ഉൽപാദന പ്രക്രിയയെ സ്വാധീനിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകം എന്താണ്? റോ മെറ്റീരിയൽസ് ആണ്.
അതൊരു ഉൽപ്പന്നമാകണം എന്നുണ്ടെങ്കിൽ ഒരുപാട് നിരവധി റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ എന്ത് വേണം, ആ ഒരു ഉൽപ്പന്നത്തിന് ആ ഉൽപ്പന്നമായി മാറാൻ ആവശ്യമാണ് കേട്ടോ. അഞ്ചാമത്തെയാണ് ഗവൺമെന്റ് പോളിസീസ്. ഗവൺമെന്റ് പോളിസീസ് such as the taxation, subsidies and regulations can affect of the cost and profitability of production. ഒരു ഉൽപ്പന്നത്തിന്റെ ലാഭത്തെയും അതിന്റെ ചെലവിനെയൊക്കെ ആരെ എഫക്ട് ചെയ്യുന്നുണ്ട്? ഗവൺമെന്റിന്റെ നയങ്ങൾ, ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾ, ഗവൺമെന്റിന്റെ നികുതികൾ, സബ്സിഡികൾ, താരിഫുകളൊക്കെ എന്തിനു കാരണമാകുന്നുണ്ട്? അല്ലെ, ഒരു ഉൽപ്പന്നത്തിന്റെ ലാഭത്തിനും ചെലവിനും നഷ്ടത്തിനൊക്കെ എന്തുണ്ട്? ഗവൺമെന്റിന്റെ പോളിസികൾക്ക് ഒരു വലിയ പങ്കുണ്ട്. ഇനി എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതാണ്. എന്താണ് ഉൽപാദന ധർമ്മം എന്നുള്ളത് നോക്കാം. ദ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്സ് ആൻഡ് ഔട്ട്പുട്സ് അണ്ടർ ദ സർട്ടൻ ടെക്നോളജി ഈസ് റെഫേർഡ് ടു ആസ് എ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഇൻ എക്കണോമിക്സ്. ഒരു എസ്പെഷ്യലി ഒരു സാങ്കേതിക വിദ്യയുടെ കീഴിൽ, ഒരു ടെക്നോളജി, ഒരു സാങ്കേതിക വിദ്യയുടെ കീഴിലുണ്ടാകുന്ന ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും തമ്മിലുള്ള ബന്ധം, എസ്പെഷ്യലി ഫിസിക്കൽ ബന്ധം, അല്ലെ, അവർ തമ്മിലുള്ള ഒരു ഫിസിക്കൽ ഭൗതികപരമായിട്ടുള്ള ബന്ധത്തെയാണ് നമ്മൾ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. മാത്രമല്ല, to put into the another way, the production function is a mathematical function and a technical relationship between the input and output that enables that maximum output to be created with the specific set of the factor inputs and technological capabilities at the given period of a time. ഒരു നിശ്ചിത സമയത്തിനകത്ത് എന്ത് ചെയ്യാണ്, നിശ്ചിത സാങ്കേതിക വിദ്യകളും ഇൻപുട്ടുകളും ഒക്കെ ഉപയോഗിച്ചിട്ട്, പരമാവധി ഉപയോഗിച്ചുകൊണ്ട് മാക്സിമം എന്ത് ചെയ്യാണ്, അല്ലെ, ഉൽപാദനം നടത്തുക എന്നുള്ളതാണ്. ആ ഉൽപാദനം നടത്തുന്ന ഉൽപ്പന്നങ്ങളും അല്ലെ അതിന്റെ ഇൻപുട്ടുകളും തമ്മിലുള്ള ഫിസിക്കൽ ബന്ധമാണ് എന്ത്, അല്ലെങ്കിൽ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ആണ് എന്ത്, യഥാർത്ഥത്തിൽ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ അല്ലെങ്കിൽ ഒരു ഉൽപാദന ധർമ്മം എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഉൽപാദന ധർമ്മത്തിന് തന്നെ നമുക്ക് എന്ത് പറയാൻ കഴിയും? പ്രധാനമായിട്ടും അല്ലെ, ഉൽപാദന ധർമ്മത്തിൽ തന്നെ നമുക്ക് പലതരത്തിൽ നമുക്ക് അതിനെ ക്ലാസിഫൈ ചെയ്യാൻ കഴിയും കേട്ടോ. ഉൽപാദന ധർമ്മത്തിൽ നമുക്ക് പറയാൻ കഴിയും, ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് പരമാവധി ഉൽപ്പന്നം, അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട്, അതായത് നമ്മൾ പറഞ്ഞു ഓക്കെ അല്ലെ, ദ ഫിസിക്കൽ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് അണ്ടർ ദ സർട്ടൻ ടെക്നോളജി. ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് അല്ലെ പരമാവധി ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന ഔട്ട്പുട്ടുകളും അതോടൊപ്പം തന്നെ ഇൻപുട്ടുകളും തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ എന്ത് വരുന്നത്, നമ്മളുടെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആയിട്ട് വരുന്നത് കേട്ടോ. അതായത് ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് പരമാവധി ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഇൻപുട്ടുകളുടെ സംയോഗത്തെയാണ് നമ്മൾ ഉൽപാദന ഏകകം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതായത് ഒരു ഉൽപാദനം എന്ന് പറയുന്നത് ഒരു ഉൽപാദന യൂണിറ്റ് അല്ലെ ഉപയോഗിക്കുന്ന എല്ലാ ഇൻപുട്ടുകളും അതുപോലെ തന്നെ അവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന എല്ലാ ഔട്ട്പുട്ടുകളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്നു. ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് പലതരത്തിലുള്ള ഒരു പ്രൊഡക്ഷനിൽ പലതരത്തിലുള്ള സാങ്കേതിക വിദ്യകളുണ്ട്. ലേബർ ഇന്റൻസീവ് മെത്തേഡും ഉണ്ട്, ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡും ഉണ്ട്, നമ്മൾ പഠിക്കും. അപ്പോൾ ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പരമാവധി ഉൽപ്പന്നങ്ങൾ, അതാണ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പരമാവധി ഉൽപ്പന്നങ്ങളും ആ ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ സഹായിക്കുന്ന ഇൻപുട്ടുകളും തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ എന്ത്, ഉൽപാദന ധർമ്മം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പരമാവധി ഉൽപ്പന്നങ്ങളും ആ ഉൽപാദനത്തെ സഹായിക്കുന്ന പരമാവധിയിൽ വരുന്ന ഇൻപുട്ടുകളും തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ക്ലാസിഫിക്കേഷൻ നമ്മൾ പറഞ്ഞു. ലേബർ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട ഇൻപുട്സുകളാണ് വരുന്നത്. ലേബർ ഇന്റൻസീവ് മെത്തേഡ് അല്ലെങ്കിൽ ടെക്നോളജി വരുന്നുണ്ട്, ക്യാപിറ്റൽ ഇന്റൻസീവ് മെത്തേഡ്. ലേബർ ഇന്റൻസീവ് ടെക്നോളജി എന്ന് പറയുമ്പോൾ നമുക്കറിയാം, നമ്മളെ പല രാജ്യങ്ങളിൽ കൂടുതൽ ടെക്നോളജിയേക്കാൾ കൂടുതൽ തൊഴിലാളികൾ പണിയെടുക്കുന്നുണ്ടാവും. ചിലയിടങ്ങളിൽ കൂടുതൽ ടെക്നോളജി കൂടുതൽ ക്യാപിറ്റൽ മെഷീനറി കാര്യങ്ങളാക്കാനും ആളുകളുടെ തൊഴിലിനേക്കാൾ കൂടുതൽ വരിക. ഇത്തരത്തിലുള്ള ടെക്നോളജിയിൽ ഇതിൽ ഏതെങ്കിലും ഒരു ടെക്നോളജി ഉപയോഗിച്ചിട്ട് മാക്സിമം ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ആ ഉൽപാദനത്തിൽ സഹായിക്കുന്ന ഇൻപുട്ടുകളും തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ എന്ത്, പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ലേബർ ക്യാപിറ്റൽ എന്ന് പറയപ്പെടുന്നതാണ് എന്ത്, പ്രധാനമായിട്ടും ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ, ഉൽപാദനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങൾ. ഒരു ഉൽപാദനത്തിന്റെ അല്ലെങ്കിൽ ഒരു ഉൽപ്പന്നത്തിന്റെ ഒരു ഉൽപാദനത്തിന്റെ പ്രധാനപ്പെട്ട ഘടകങ്ങളായിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? ലേബർ ആൻഡ് ക്യാപിറ്റൽ ഒരു തൊഴിലും മൂലധനവുമാണ് ഒരു ഉൽപ്പന്നത്തിന്റെ, അതായത് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്ന അതായത് ഉൽപാദനത്തിന്റെ ഘടകങ്ങളായിട്ടുള്ള ലേബറും ക്യാപിറ്റലൊക്കെയാണ് പ്രധാനപ്പെട്ട ഇൻപുട്സ് ആയിട്ട് വരുന്നത്. നമുക്കതിൻ്റെ ഒരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ഈ ഒരു പ്രൊഡക്ഷന്റെ ഫംഗ്ഷനെ നമുക്ക് ഇതിലേക്ക് നോക്കുകയാണെങ്കിൽ
അല്ലെ. ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്വാണ്ടിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് ഓഫ് ദ കമ്മ്യൂണിറ്റി, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ, കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് പറയാൻ കഴിയും ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ കാണാൻ കഴിയുക, എൽ ഇൻറ്റു കെ, അതായത് ലേബർ പ്ലസ് കെ ആണ് എന്ത് ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ ഓക്കെ okay. Here there are two things considered. First, the production function must be taken into account in a relation a specific time the frame, such as the short run period and long run period. Second, the state of the technology of the production. രണ്ട് തരത്തിലുള്ള ഘടകങ്ങൾ എന്തിനെ ബാധിക്കുന്നുണ്ട്, ഒരു ഉൽപ്പന്നത്തെ ബാധിക്കുന്നുണ്ട്. ഒന്ന് ഉൽപാദനത്തിന്റെ സമയമാണ്, ഷോർട്ട് റൺ കുറഞ്ഞ സമയത്താണോ, ഹ്രസ്വ കാലയളവിലാണോ, രണ്ട് ലോങ് റൺ ദീർഘകാലയളവിലാണോ എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് നമുക്ക് വരുന്നത് പ്രധാനമായിട്ടും നമ്മൾ ടെക്നോളജീസുകളായിരിക്കും വരിക. ലോങ് റൺ പ്രൊഡക്ഷൻ, ഷോർട്ട് റൺ, ലോങ് റൺ. ഓക്കെ, നമ്മളത് ഇതിൽ വരുന്നുണ്ട് എന്തായാലും നിങ്ങൾക്ക്. ഓക്കെ, എന്താണ് ഷോർട്ട് റൺ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, എന്താണ് ഹ്രസ്വകാല ഉൽപാദന ധർമ്മം എന്ന് പറഞ്ഞാൽ എന്താ കാരണം, നമ്മൾ ഓൾറെഡി ഉൽപാദന ധർമ്മം എന്നാൽ എന്താന്ന് പറഞ്ഞല്ലോ, ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന പരമാവധി ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ ഇൻപുട്ടുകൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് നിശ്ചിത കാലയളവിൽ കുറഞ്ഞ കാലയളവിനുള്ളിലാക്കുന്നുണ്ടെങ്കിൽ ഇതിൽ നമ്മൾ ഹ്രസ്വ കാലയളവ് അല്ലെങ്കിൽ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നാണ് പറയുന്നത്. ദ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് എ കൺസെപ്റ്റ് ഓഫ് ദ എക്കണോമിക്സ് ദാറ്റ് ഷോർട്ട് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഇൻപുട്സ് ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ഇൻ ടു ഷോർട്ട് റൺ. നേരത്തെ പറഞ്ഞ സാധനം തന്നെ, അതായത് ഒരു നിശ്ചിത സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കാൻ പറ്റുന്ന പരമാവധി ഉൽപ്പന്നങ്ങളും അതോടൊപ്പം തന്നെ അതിന്റെ ഇൻപുട്ടുകൾ തമ്മിലുള്ള ബന്ധമാണ്. ഏതിനകത്ത് ഇവിടെ ഒരു ഒറ്റൊരു കാര്യം മാത്രമേ വരൂ, സമയം മാത്രം. ഇവിടെ മെയിൻ ആയിട്ട് വരുന്നത് സമയമാണ് കേട്ടോ, ടൈമാണ്. അതായത് നിശ്ചിത സമയമാണ്, ഷോർട്ട് റൺ ആണ്, കുറഞ്ഞ സമയത്തിനുള്ളിൽ അല്ലെ ഉൽപ്പാദിപ്പിക്കുന്ന പരമാവധി ഉൽപ്പന്നങ്ങളും, കുറഞ്ഞ സമയത്തിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന പരമാവധി ഉൽപ്പന്നങ്ങളും ആ ഉൽപ്പന്നങ്ങളുടെ കാരണമാകുന്ന ഇൻപുട്ടുകളും അല്ലെ, ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ ഔട്ട്പുട്ട് ആൻഡ് ഇൻപുട്ടുകൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. യഥാർത്ഥത്തിൽ വൈൽ ഹോൾഡിംഗ് ദ അതർ ഫാക്ടേഴ്സ് കോൺസ്റ്റന്റ്, മറ്റ് ഉൽപാദനത്തെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളെല്ലാം സ്ഥിരമായിരിക്കുമ്പോൾ അല്ലെ, ഉൽപാദനത്തെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളെല്ലാം സ്ഥിരമായിരിക്കുമ്പോൾ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും ഔട്ട്പുട്ടുകളും ഇൻപുട്ടുകളും തമ്മിലുള്ള ബന്ധമാണ് നമ്മളിവിടെ ഷോർട്ട് റൺ പ്രൊഡക്ഷനിൽ വരുന്നത് കേട്ടോ. കുറഞ്ഞ സമയം അതുകൊണ്ട് ഷോർട്ട് റൺ, കൂടുതൽ സമയത്തിനാണെങ്കിൽ ലോങ് റൺ എന്നുള്ളതാണ് കേട്ടോ. While holding the other factors constant, the short run is defined the time period during which is least or one input or fixed അല്ലെ. കുറഞ്ഞ സമയത്തിനുള്ളിൽ എന്ത് ചെയ്യാണ് അല്ലെ, ഒരു ഇൻപുട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യാണ്, മറ്റൊരുപാട് ഇൻപുട്സുകളും മറ്റ് ഒരുപാട് വേരിയബിൾസ് ഘടകങ്ങളിലൂടെയൊക്കെ എന്ത് ചെയ്യാണ് ഒരു ഉൽപ്പന്നമാക്കി മാറ്റുമ്പോൾ അതിന്റെ ആ നിശ്ചിത സമയമാണ് നമ്മൾ അല്ലെ ഹ്രസ്വ കാലയളവ് എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, ഷോർട്ട് റണ്ണിന് ഫേം മേ നോട്ട് be able to increase the capital stock but it can increase or decrease the amount of the labor it uses എന്ന് പറയുന്നത്. അതായത് ഒരു യൂണിറ്റ് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് കച്ചവടത്തിന് എന്ത് ചെയ്യാൻ കഴിയും, അവർക്ക് അവരുടെ ക്യാപിറ്റൽ നോട്ട് ബി ഏബിൾ ടു ഇൻക്രീസ് ദ ക്യാപിറ്റൽ സ്റ്റോക്ക്, അവർക്ക് അവരുടെ മൂലധന കരുതൽ കൂട്ടാനും പറ്റില്ല, ബട്ട് അവർക്ക് എന്ത് കൂടുതൽ കൂട്ടാൻ പറ്റും, അവരുടെ ലേബർ അല്ലെ, അവരുടെ ലേബർ അവർക്ക് കൂട്ടാൻ പറ്റും. ഇതാണ് എന്ത് വരുന്നത് നമ്മുടെ അല്ലെ ഷോർട്ട് റൺ അല്ലെ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളതിന് നമുക്ക് മറ്റൊരർത്ഥത്തിലൂടെയും പറയാം. ഒരു ഇൻപുട്ടിന്റെ അളവിൽ മാത്രം മാറ്റം വരുത്തുകയും ബാക്കി എല്ലാ ഇൻപുട്ടുകളും സ്ഥിരമാക്കി നിർത്തുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ പൊതുവെ പറയുന്നത്. മാത്രമല്ല ഈ ഇൻപുട്ടുകൾ തമ്മിലുള്ള അംശം മാറുന്നു, അതിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്, വേരിയബിൾ പ്രൊപ്പോർഷൻ ഫംഗ്ഷൻ ഒക്കെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഇൻപുട്ടിന്റെ അളവിൽ മാത്രം മാറ്റം വരുത്തിയിട്ട്, ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞു രണ്ട് ഘടകങ്ങളാണ്, ഒന്നില്ലെങ്കിൽ ലേബർ ഒന്നില്ലെങ്കിൽ ക്യാപിറ്റൽ. അപ്പൊ ഒന്നില്ലെങ്കിൽ ലേബറോ ഒന്നില്ലെങ്കിൽ ക്യാപിറ്റലോ ഏതെങ്കിലും ഒരു നിശ്ചിത ഇൻപുട്ടുകളുടെ അളവിൽ മാറ്റം വരുത്തിയിട്ട് മറ്റേത് സ്ഥിരമാക്കി മാറ്റിയിട്ട് എന്ത് ചെയ്യാം, ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപാദനത്തിനെ നമ്മൾ അല്ലെ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്.
ഇനി ദ ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെന്റഡ് ബൈ ദ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ സച്ച് ആസ് ദ ഫോളോവിങ്. നമുക്കിത് എങ്ങനെയാണ് മാത്തമാറ്റിക്കൽ ഇക്വേഷനിലേക്ക് കൊണ്ടുവരാം? ക്യൂ എന്ന് പറയപ്പെടുന്ന എന്താണ് അല്ലെ, ഇതിന്റെ ക്വാണ്ടിറ്റി നമ്മൾ എങ്ങനെയാണ് നോക്കുന്നത് അല്ലെ, ഫംഗ്ഷൻ നോക്കുന്നത്. ക്യൂ ക്വാണ്ടിറ്റി ഓഫ് ദ ഔട്ട്പുട്ട് ആണ്, കെ ക്യാപിറ്റൽ ഫിക്സ്ഡ് ഇൻപുട്ട് ആണ്, എൽ ലേബർ ആണ്. അപ്പൊ ഇവിടെ നമ്മൾ രണ്ട് ഇൻപുട്ടുകളാണ് പ്രധാനമായിട്ട്, ഒരു ഉൽപ്പന്നത്തെ സഹായിക്കുന്ന രണ്ട് ഇൻപുട്ടുകളാണ്, ഒന്ന് തൊഴിൽ, ഒന്ന് മൂലധനം. അപ്പൊ ഇതിൽ ഏതെങ്കിലും ഒന്നിലെ തൊഴിൽ നിലനിർത്തിയിട്ട് മൂലധനത്തിൽ വരുന്ന മാറ്റോ അല്ലെങ്കിൽ മൂലധനം നിലനിർത്തിയിട്ട് തൊഴിൽ വരുന്ന മാറ്റങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക, ഉൽപാദനം അല്ലെ അതിൽ എത്രത്തോളം വരുന്നു എന്നുള്ളതാണ്, എത്ര ഇന്ന സമയത്തിനുള്ളിൽ ഒരു നിശ്ചിത കാലയളവിൽ വരുന്ന മാറ്റങ്ങളാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. ഇനി ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്താണ്? ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉൽപാദന ധർമ്മം എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നുള്ളത് നോക്കട്ടോ. നമുക്ക് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉൽപാദന ധർമ്മമാണ് അല്ലെ. അതായത് ഇവിടെ എല്ലാ ഇൻപുട്ടുകളും എന്ത് ചെയ്യുന്നുണ്ട്, അളവുകൾ മാറുകയും ഇൻപുട്ടുകൾ തമ്മിലുള്ള അംശബന്ധം സ്ഥിരമായിരിക്കുകയും ചെയ്യുന്നു. ഇവിടെ ഇൻപുട്ടുകൾ തമ്മിലുള്ള അംശബന്ധം സ്ഥിരമായിരിക്കുന്നതിനാൽ തന്നെ ഇവിടെ ഇതിനൊരു സ്ഥിര ഉൽപാദക ഏകം അല്ലെങ്കിൽ ഫിക്സ്ഡ് പ്രൊപ്പോർഷൻ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്നും കൂടിയിട്ട് പറയും. നമുക്കറിയാം ഹ്രസ്വ കാലയളവിൽ വേരിയബിൾ ആയിരുന്നു, അതായത് വ്യത്യസ്തപരമായിട്ടുള്ള ഘടകങ്ങൾ അങ്ങനെ മാറിക്കൊണ്ടായിരുന്നു. എന്നാൽ ഇവിടെ എല്ലാം എന്താണ്, സ്ഥിരമാക്കി മാറ്റാം. ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ നമുക്ക് നോക്കാം. ദ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ഈസ് കൺസെപ്റ്റ് ഓഫ് ദ എക്കണോമിക് ദാറ്റ് ഷോ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ക്വാണ്ടിറ്റി ഓഫ് ദ ഇൻപുട്സ്, ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി ഉപയോഗിച്ചുള്ള ഇൻപുട്ടുകളും ആൻഡ് ക്വാണ്ടിറ്റി ഓഫ് ദ ഔട്ട്പുട്ട്, അതായത് ഇൻപുട്ടുകൾ തമ്മിലുള്ള അളവും ഔട്ട്പുട്ടുകൾ തമ്മിലുള്ള അളവും തമ്മിലുള്ള ബന്ധമാണ് യഥാർത്ഥത്തിൽ എന്ത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഏത് കാലഘട്ടത്തിലെ ലോങ് റൺ ദീർഘകാലാടിസ്ഥാനത്തില് ഔട്ട്പുട്ടുകൾ തമ്മിലുള്ള ബന്ധവും ഇൻപുട്ടുകളായിട്ടുള്ള ലേബർ ക്യാപിറ്റൽ, ടെക്നോളജി തമ്മിലുള്ള ബന്ധവുമാണ് നമ്മൾ ലോങ് റണ്ണിൽ ദീർഘകാലാടിസ്ഥാനം ഒരുപാട് സമയത്തിനുണ്ട്. ആൻഡ് വൈൽ അലോവിങ് ഓൾ ഫാക്ടേഴ്സ് ബി വേരിയബിൾ അൺലൈക്ക് ദീസ് ഷോർട്ട് റൺ നമുക്കറിയാം ഷോർട്ട് റണ്ണിൽ എന്തായിരുന്നു, എല്ലാ വേരിയബിൾസും എന്തായിരുന്നു വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളായിരുന്നു. എന്നാൽ അൺലൈക്ക് ദി ഷോർട്ട് റൺ ദർ ആർ നോ ഫിക്സ്ഡ് ഇൻപുട്ട് ഇൻ ദ ലോങ് റൺ ബട്ട് ആൾ ഇൻപുട്സ് ക്യാൻ അഡ്ജസ്റ്റഡ് ആൻഡ് നീഡഡ് ദ ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ക്യാൻ ബി റെപ്രസെന്റഡ്. നമുക്ക് ലോങ് റൺ ദീർഘകാലാടിസ്ഥാനത്തിലെ ഉൽപാദന ധർമ്മത്തെ നമുക്ക് ഇങ്ങനെ ഡിഫൈൻ ചെയ്യാം. Q ഈക്വൽ ടു കെ എന്ന് പറയുന്നത് ക്വാണ്ടിറ്റി ഓഫ് ക്യാപിറ്റൽ, എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ആണ്, ടി എന്ന് പറഞ്ഞാൽ ടെക്നോളജി ആണ്. അപ്പൊ ഇത് മൂന്നും കൂടിയതാണ് എന്ത് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഇൻ ദ ലോങ് റൺ എ ഫേം ക്യാൻ അഡ്ജസ്റ്റ് ദ ഇൻപുട്ട്, ഒപ്റ്റിമൈസ് ദ പ്രൊഡക്ഷൻ പ്രോസസ്, മാക്സിമം പ്രോഫിറ്റ്. ഒരു ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഒരു ഉൽപാദനത്തിന് എന്ത് കഴിയും, ഒരു ഉൽപാദക യൂണിറ്റിന് മാക്സിമം ലാഭം ഉണ്ടാക്കാൻ കഴിയും. മാത്രമല്ല ഇനി ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ ആണ് ലോങ് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്, നിങ്ങൾ ഇത് പഠിച്ചാലും മതി കേട്ടോ. നമുക്കറിയാം എന്തെല്ലാമാണ് ദീർഘകാലാടിസ്ഥാനത്തിലുള്ള ഉൽപാദന ധർമ്മവും ഹ്രസ്വ കാലഘട്ടത്തിലുള്ള ഉൽപാദന ധർമ്മം തമ്മിലുള്ള വ്യത്യാസം എന്തെല്ലാമാണ് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കുന്നത് മീനിങ് ആണ്, അതിന്റെ അർത്ഥമാണ്. ദ ടേം ഷോർട്ട് റൺ റെഫേഴ്സ് ടു ദ ടൈം ഫ്രെയിം ഡ്യൂറിംഗ് അറ്റ്ലീസ്റ്റ് വൺ പ്രൊഡക്ഷൻ ഓഫ് ദി എലമെന്റ്സ് ഫിക്സ്ഡ് അതായത് ഒരു കുറഞ്ഞ സമയത്തിനുള്ളിൽ വരുന്ന ഉൽപ്പന്നവും ഉൽപാദന ഇൻപുട്ടുകളൊക്കെ തമ്മിലുള്ളതിനെയാണ് നമ്മൾ എവിടെ പഠിക്കുന്നത്, ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ വരുന്നത്. എന്നാൽ ഇവിടെ ലോങ് റൺ ആണ്, ഒരുപാട് സമയത്തിനുള്ളിലാണ് വരുന്നത് എക്സ്പെഷ്യലി ഒരുപാട് സമയത്തിനുള്ളിൽ വിച്ച് ആൾ പ്രൊഡക്ഷൻ എലമെന്റ്, ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഒരുപാട് സമയത്തിനുള്ളിൽ വരുന്നതാണ് നമ്മൾ ലോങ് റൺ പ്രൊഡക്ഷനിൽ വരുന്നത്. ഇനി അതിന്റെ പ്രധാനപ്പെട്ട നിയമം നോക്കുകയാണെങ്കിൽ ലോ ഓഫ് വേരിയബിൾ എന്ന് പറയപ്പെടുന്നത് എന്താണ്, പ്രൊപ്പോർഷൻ ഈസ് ടു റിട്ടേൺസ് ഓഫ് ഫാക്ടർ. നമുക്കറിയാം ഓരോ ഉൽപാദന ഘടകങ്ങൾക്കും എന്തുണ്ട്, വ്യത്യസ്തപരമായുള്ള റിട്ടേൺസുകൾ ഉണ്ട്. ഇപ്പൊ നമ്മൾ ലേബർ ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, വേജ് കിട്ടും. ക്യാപിറ്റൽ കൊടുക്കുക ഇൻട്രസ്റ്റ് കിട്ടും. ടെക്നോളജി കൊടുക്കുകയെന്നുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ റിട്ടേൺസുകൾ കിട്ടുന്നുണ്ട്. ഇവിടെ ലോ ഓഫ് റിട്ടേൺ സ്കെയിൽ, ഇവിടെയും എന്തുണ്ട്, തിരിച്ചു കിട്ടുന്നുണ്ട്. മാത്രമല്ല സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, എങ്ങനെയാണ് ഇതിന്റെ ഉൽപ്പന്നം എന്ന് വെച്ചാൽ ദ പ്രൊഡക്ഷൻ സ്കെയിൽ remain to unchanged. നമുക്കറിയാം പ്രധാനമായിട്ടും ഈ ഒരു ഷോർട്ട് റൺ പ്രൊഡക്ഷൻ ഫംഗ്ഷനിൽ എന്തല്ല ഈ ഒരു ഉൽപാദനത്തിന്റെ സ്കെയിലിൽ എന്ത് ചെയ്യാൻ പറ്റൂല, മാറ്റം വരുത്താൻ കഴിയില്ല. അൺചേഞ്ച്ഡ് ആണ്, മാറ്റം വരുത്താൻ കഴിയില്ല, അത് സ്ഥിരമായിരിക്കും. എന്നാൽ ചേഞ്ച് ഇൻ ദ പ്രൊഡക്ഷൻ സ്കെയിൽ, ഇവിടെ ഉൽപാദന സ്കെയിൽ എന്താകും, ലോങ് റണ്ണില് മാറ്റം വരും. ഇനി ബേസിക് കൺസെപ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ എന്താണ്, ഉൽപാദനവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ബേസിക് കൺസെപ്റ്റുകൾ നമുക്ക് നോക്കാം. ഒന്നാണ് ഇൻ എക്കണോമിക്സ് ദർ ആർ 3 ways to define the output or product during the production process
സച്ച് ആസ് നമുക്കറിയാം എക്കണോമിക്സിനകത്ത് 3 തരത്തിൽ നമുക്ക് ഇൻപുട്ടുകൾ ഔട്ട്പുട്ടുകളൊക്കെ എന്ത് ചെയ്യാൻ പറ്റും അല്ലെ ഒരു ഉത്പാദന പ്രക്രിയയിലെ ഔട്ട്പുട്ടുകളെ കുറിച്ചിട്ട് പഠിക്കാൻ കഴിയും. ഒന്നാണ് TP ടോട്ടൽ പ്രൊഡക്റ്റ്, രണ്ടാമത്തെ AP ആവറേജ് പ്രൊഡക്റ്റ്, മൂന്നാമത്തെയാണ് MP മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ് നമുക്ക് നോക്കാം. ഓക്കെ, ഒരു ടോട്ടൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് ഒരു മൊത്തം ഉൽപ്പന്നം എന്നുള്ളത് നോക്കാം. TP ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുമ്പോൾ TP ട്ടോ. ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് ദ എക്കണോമിക്സ് ദാറ്റ് റെഫേഴ്സ് ടു ദ ടോട്ടൽ ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ബൈ എ ഫേം യൂസിങ് എ ഗിവൺ ക്വാണ്ടിറ്റി ഓഫ് ഇൻപുട്സ് സച്ച് ആസ് ലേബർ ആൻഡ് ക്യാപിറ്റൽ. ഒരു നിശ്ചിത ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ലേബർ, ക്യാപിറ്റൽ പോലെയുള്ള നിശ്ചിത ഇൻപുട്ടുകൾ ഉപയോഗിച്ചിട്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള പരമാവധി ഉൽപ്പന്നങ്ങൾ തമ്മിലുള്ള ബന്ധം അല്ലെങ്കിൽ അതിന്റെ അളവാണ് എന്ത് മാക്സിമം അതായത് ഇൻപുട്ടുകൾ ഉപയോഗിച്ചിട്ട് ഒരു കമ്പനി ഉൽപ്പാദിച്ച മാക്സിമം ഉൽപ്പന്നമാണ് നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റ്. മൊത്തം ഉൽപ്പന്നം എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, അതായത് നിശ്ചിത ഇൻപുട്സുകൾ ഉപയോഗിച്ച് ലേബർ, ക്യാപിറ്റൽ, ടെക്നോളജി പോലുള്ള ഇൻപുട്സുകൾ ഉപയോഗിച്ചിട്ട് ഒരു കമ്പനി ഉൽപ്പാദിപ്പിച്ച പരമാവധി ഉൽപ്പന്നങ്ങളുടെ ഒരു അളവാണ് നമ്മൾ മൊത്തം ഉൽപ്പന്നം അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇറ്റ് റെപ്രസെന്റ് ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ഫേം ക്യാൻ പ്രൊഡ്യൂസ് യൂസിങ് ദ ആൾ ഓഫ് ഇറ്റ്സ് ഇൻപുട്സ് ഓവർ ഗെയിൻ ഓർ ഗിവൻ പീരീഡ് ഓഫ് എ ടൈം. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ എല്ലാ ഇൻപുട്ടുകളും ഉപയോഗിച്ചും കൊണ്ട് ഉൽപ്പാദിപ്പിച്ച ഒരു സ്ഥാപനം ഉൽപ്പാദിപ്പിച്ച എല്ലാ ഗുഡ്സുകളെയും മൊത്തത്തിലാണ് നമ്മൾ എന്ത് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ്. യെസ്, TP എന്ന് പറയുന്നത് മൊത്തം ഉൽപ്പന്നം അല്ലെങ്കിൽ മൊത്തം ഉൽപ്പന്നം എന്ന് പറയുന്നത്. TP എന്ന് പറയുന്നത് എന്താണ്? ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും ഉപയോഗിച്ചുകൊണ്ട് നിശ്ചിത കാലയളവിനുള്ളിൽ എല്ലാ ഇൻപുട്ടുകളും ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു സ്ഥാപനം അല്ലെങ്കിൽ ഒരു കച്ചവടം ഉൽപ്പാദിപ്പിച്ച പരമാവധി ഉൽപ്പന്നങ്ങളുടെ അളവാണ് എന്ത് യഥാർത്ഥത്തിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഒരു മൊത്തം ഉൽപ്പന്നം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഉൽപ്പന്നത്തിന്റെ അളവിൽ മാത്രം മാറ്റം വരുത്തി ബാക്കി എല്ലാ ഇൻപുട്ടുകളും സ്ഥിരമായിരിക്കുന്ന ഒരു ഉൽപാദകേകണം നമുക്കറിയാം എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ് എന്നുള്ളത് നോക്കാം. മറ്റെല്ലാ ഇൻപുട്ടുകളും സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് മറ്റെല്ലാ ഇൻപുട്ടുകളും സ്ഥിരമാക്കിക്കൊണ്ട് വേരിയബിൾ ഇൻപുട്സിൽ മാറ്റം വരുത്തിയും കൊണ്ടുണ്ടാകുന്ന മൊത്തം ആകിയ ഔട്ട്പുട്ടിനെയാണ് നമ്മൾ മൊത്തം ഉൽപ്പന്നം അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനേക്കാൾ എളുപ്പം എന്താണ് ഒരു നിശ്ചിത കാലയളവിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഇൻപുട്ടുകൾ ഉപയോഗിച്ചും കൊണ്ട് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്ത ഉൽപ്പന്നങ്ങളുടെ മൊത്തം ക്വാണ്ടിറ്റിയാണ് യഥാർത്ഥത്തിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇനി ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? ആവറേജ് പ്രൊഡക്റ്റ് അത് നമ്മൾ AP എന്നാണ് പറയുന്നത് കേട്ടോ. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ദ ഔട്ട്പുട്ട് പെർ യൂണിറ്റ് of the factor used is known as the average product AP. Average product AP is calculated by the dividing of the total product by the quantity of a factor used. നമുക്ക് എന്താണ് ശരാശരി ഉൽപ്പന്നം അല്ലെങ്കിൽ എന്താണ് ഒരു ആവറേജ് പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. The output per unit of the factor used is known as the average product. നമുക്കറിയാം ഒരു ഉൽപാദന യൂണിറ്റ് അതായത് ഒരു ഉൽപാദന യൂണിറ്റ് ഉപയോഗിക്കുന്ന പെർ യൂണിറ്റ് ഓരോ ഉൽപ്പന്നം ദ ഔട്ട്പുട്ട് ഓഫ് ദ പെർ യൂണിറ്റ് ഓഫ് എ ഫാക്ടർ. ഓക്കെ, അതായത് ദ ഔട്ട്പുട്ട് ഓഫ് ദി പെർ യൂണിറ്റ് ഓഫ് ദി ഫാക്ടർ യൂസ്ഡ് known as the average product. Average product is calculated by the dividing of the total product by the quantity of the factors used. നമുക്കറിയാം ഒരു ഉൽപ്പന്നം ഉൽപ്പാദിപ്പിക്കണം എന്നുണ്ടെങ്കിൽ നിരവധി ഘടകങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. ലാൻഡ്, ലേബർ, ക്യാപിറ്റൽ, ഇൻട്രസ്റ്റ് പോലുള്ള നിരവധി ഘടകങ്ങളുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഘടകങ്ങളിലൂടെ എന്ത് ചെയ്യുക പെർ യൂണിറ്റ് ഓരോ യൂണിറ്റിലും എത്ര ഉൽപ്പാദിപ്പിക്കും എന്നത് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത് ആവറേജ് പ്രൊഡക്റ്റ്. അതായത് ശരാശരി. നമുക്കറിയാം നമ്മൾ ശരാശരി സ്കൂളിലെ കുട്ടികളുടെ ഏജിന്റെ ഒക്കെ ശരാശരി എങ്ങനെ കാണാം? മൊത്തം ഡിവൈഡഡ് ബൈ എന്താ നമ്മൾ ചെയ്യാറുള്ളത് സംഖ്യ എന്നുള്ളതാണ് എങ്ങനെയാണ് ആവറേജ് കാണാൻ? നമ്പേഴ്സ് ഡിവൈഡ് ബൈ കൺസെപ്റ്റ് ആണ്. അതേപോലെ തന്നെയാണ് എന്തുള്ളത് ആവറേജ് പ്രൊഡക്റ്റ്. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് കാണുകയാണെന്നുണ്ടെങ്കിൽ എങ്ങനെ കാണുന്നത് ടോട്ടൽ പ്രൊഡക്റ്റിനെ ഡിവൈഡഡ് ബൈ ദ ക്വാണ്ടിറ്റി ഓഫ് ദി ഫാക്ടർ യൂസ്ഡ് മൊത്തം ഉൽപ്പന്നത്തെ
ഏതൊക്കെ ഘടകങ്ങൾ ഉപയോഗിച്ചു എന്നതും കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആവറേജ് പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ശരാശരി ഉൽപ്പന്നം കിട്ടും. അതായത് നമ്മളെ വേരിയബിൾ ഇൻപുട്ടിന്റെ ഓരോ യൂണിറ്റിൽ നിന്നുള്ള ഉൽപ്പന്നമാണ് ശരാശരി ഉൽപ്പന്നം എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ ഫാക്ടേഴ്സുകൾ ഉപയോഗിച്ചിട്ട് ഒരുപാട് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കിയല്ലോ. അപ്പൊ ആ ഉൽപ്പന്നങ്ങളിൽ നിന്നുള്ള ഒരു ഉൽപ്പന്നത്തിന്റെ യൂണിറ്റ് ആണ് നമ്മൾ ശരാശരി ഉൽപ്പന്നം എന്ന് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ആവറേജ് കാണണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്? AP ആവറേജ് കാണണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അല്ലെ, ദ ഡിവൈഡിങ് ഓഫ് ദ ടോട്ടൽ പ്രൊഡക്റ്റ്, മൊത്തം ഉൽപ്പന്നം ഡിവൈഡഡ് ബൈ ദി ക്വാണ്ടിറ്റി ആയിരിക്കും കേട്ടോ. യെസ്, ഫാക്ടർ കേട്ടോ, ക്വാണ്ടിറ്റി ഓഫ് ദി ഫാക്ടർ ആണ്. AP is total product divided by the quantity of the factor കേട്ടോ. ഏതെല്ലാം ഘടകങ്ങൾ, ഏതെല്ലാം ലാൻഡ് ആണോ ലേബർ ആണോ എങ്ങനെ ഉപയോഗിച്ചു അതിന്റെ അളവും മൊത്തം ഉൽപ്പന്നവും തമ്മിൽ അല്ലെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ശരാശരി ഉൽപ്പന്നം കിട്ടും. ശരാശരി ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ അല്ലെ ഒരു നിശ്ചിത ഉൽപ്പന്നത്തിന്റെ യൂണിറ്റിനെയാണ് നമ്മൾ പറയുക, ഒരു യൂണിറ്റ് കേട്ടോ. അതാണ് പെർ യൂണിറ്റ്, ഓരോ യൂണിറ്റ് ആണ് അതിൽ വരുന്നത്. നമുക്ക് കുറച്ച് നിങ്ങൾ അതിൽ പിക്ചറൈസ് ചെയ്യുന്നുണ്ട്. ആവറേജ് പ്രൊഡക്റ്റ് AP എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ദ ക്വാണ്ടിറ്റി ഓഫ് ദി ഫാക്ടർ അല്ലെ. ശരാശരി ഉൽപ്പന്നം കാണുന്നുണ്ടെങ്കിൽ മൊത്തം ഉൽപ്പന്നത്തെ അല്ലെ പ്രധാനമായിട്ടും ഉപയോഗിച്ചിട്ടുള്ള ആ ഉൽപ്പന്നത്തിന് ഉപയോഗിച്ചിട്ടുള്ള ഫാക്ടർ ക്വാണ്ടിറ്റിയെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ മൊത്തം ആവറേജ് ഉൽപ്പന്നം നമുക്ക് കിട്ടും. ഇനി വരുന്നതാണ് എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്നുള്ളതാണ് കേട്ടോ. എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ്? ഓക്കെ, എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ് എന്നുള്ളത് നമുക്ക് നോക്കാം. എന്താണ് മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ എന്താണ് സീമാന്ത ഉൽപ്പന്നം എന്നുള്ളത് നോക്കാം. മറ്റെല്ലാ ഇൻപുട്ടുകളും സ്ഥിരമാക്കിയും കൊണ്ട് അല്ലെ വേരിയബിൾ ഇൻപുട്ടിന്റെ ഓരോ യൂണിറ്റില് അല്ലെ എന്ത് ചെയ്യാണ്? അത് വീതം വർദ്ധിപ്പിക്കുകയും ചെയ്താൽ മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പ്രധാനമായിട്ടും ഈ ഒരു മാർജിനൽ യൂണിറ്റ് അല്ലെങ്കിൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. നമുക്ക് നമ്മളതിൽ നോക്കാം. ദ ചേഞ്ച് ഇൻ ദ ടോട്ടൽ പ്രൊഡക്റ്റ് ബ്രോട്ട് ഓൺ ബൈ യൂസിങ് ദ അഡീഷൻ ഓഫ് ദ വേരിയബിൾ ഫാക്ടർ ഈസ് നോൺ ആസ് ദ മാർജിനൽ പ്രൊഡക്റ്റ്. അതായത് മൊത്തം ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റമാണ് എന്തിലൂടെ? അതായത് നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന ലാൻഡോ ലേബറോ ടെക്നോളജി പോലെ തുടങ്ങിയ ഫാക്ടേഴ്സിലെ ഒരുപാട് ഘടകങ്ങളുണ്ട്. അതിലേക്ക് ഏതെങ്കിലും ഒരു പുതിയ ഫാക്ടേഴ്സുകൾ ഉപയോഗിക്കുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റം കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. അതായത് പുതിയതായിട്ട് ഏതെങ്കിലും ഒരു അല്ലെ ഘടകങ്ങൾ, ഉൽപാദന ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെ ഉൽപാദനം നടത്തുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കാനാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് കാണിക്കുന്നത്. അതായത് നമ്മൾ ഓൾറെഡി അല്ലെ ലാൻഡ് ലേബർ പോലെയുള്ള സാങ്കേതിക വിദ്യകളൊക്കെ ഉപയോഗിച്ചിട്ട് ഉൽപ്പന്നം നടത്തി, മൊത്തം ഉൽപ്പന്നം കിട്ടി. ഇനി നമ്മൾ പുതിയതായിട്ട് കുറച്ചുകൂടി ഫാക്ടേഴ്സുകൾ നമ്മൾ ഉൽപ്പന്നത്തിലേക്ക് കുറച്ചുകൂടി കൂടുതൽ ടെക്നോളജീസുകൾ അല്ലെ കൊണ്ടുവന്ന് നമ്മൾ ഉൽപ്പാദിപ്പിച്ച സമയത്ത് ആ മൊത്തം ഉൽപ്പന്നത്തിലുണ്ടായ ഒരുപാട് മാറ്റങ്ങൾ, ആദ്യം ഉൽപ്പാദിപ്പിച്ചതിനേക്കാൾ കൂടുതൽ ഉൽപ്പാദിപ്പിച്ചു. അപ്പൊ മൊത്തം ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സീമാന്ത ഉൽപ്പന്നം എന്ന് പറയുന്നത് കേട്ടോ. It can also be considered the marginal returns from factors. It can alternatively define the rate of which the total product, the changes in the relation into the variable element. വ്യത്യസ്ത അല്ലെ വേരിയബിൾ ആയിട്ടുള്ള ഘടകങ്ങളുടെ ഫലമായിട്ട് മൊത്തം ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ റേറ്റിനെ സൂചിപ്പിക്കാനാണ് നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ MP എന്ന് പറയുന്നത് കേട്ടോ. MP എന്ന് പറഞ്ഞാൽ ടോട്ടൽ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ അല്ലെ MP എങ്ങനെ കാണുക? ടോട്ടൽ പ്രൊഡക്റ്റീവ് ഡിവൈഡഡ് ബൈ ദി വേരിയബിൾ ഫാക്ടർ കേട്ടോ. ഓക്കെ, നമ്മൾ MP എങ്ങനെ കണ്ടെത്തുക? MP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ TP അല്ലെ മൊത്തം ഉൽപ്പന്നം ഡിവൈഡഡ് ബൈ പുതിയ വേരിയബിൾസ്, പുതിയ ഘടകങ്ങൾ കേട്ടോ. പുതിയ ഏതെങ്കിലും ഒരു ഘടകങ്ങൾ ഉൽപ്പന്നത്തിൽ ഉപയോഗിച്ചിട്ടുണ്ടാകുമ്പോൾ മാറ്റങ്ങൾ വരുന്നതിനെ മൊത്തം ഉൽപ്പന്നത്തിൽ എന്ത് ചെയ്യുക? മാറ്റം കൊണ്ടുവന്ന ഘടകത്തെയും കൂടി കൂട്ടുമ്പോൾ കുറക്കുമ്പോൾ അതിനെ ഹരിക്കുമ്പോൾ അല്ലെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ഈ ഒരു MP കിട്ടും. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് വരുന്നതാണ് എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. എന്താണ് ലോ ഓഫ്
വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കാം. ഓക്കെ, എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഈസ് ദ ഫണ്ടമെന്റൽ കൺസെപ്റ്റ് ഓഫ് ദ എക്കണോമിക്സ് ദാറ്റ് എക്സ്പ്ലെയിൻ ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ ഇൻപുട്ട് ആൻഡ് ഔട്ട്പുട്ട് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ് ഇൻ ദ ഷോർട്ട് റൺ. ഹ്രസ്വകാലയളവിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളും അതിന്റെ ഇൻപുട്ടുകളും തമ്മിലുള്ള ബന്ധത്തെ സൂചിപ്പിക്കുന്ന ഒരു കൺസെപ്റ്റ് ആണ് യഥാർത്ഥത്തിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊഡക്ഷൻ എന്ന് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. മാത്രമല്ല എന്ത് പറയുന്നുണ്ട്? ഇറ്റ് സ്റ്റേറ്റ്സ് that as the quantity of a one input is increased while the holding other put is constant. മറ്റെല്ലാ ഉൽപ്പന്നത്തെ സഹായിക്കുന്ന ഇൻപുട്ടുകൾ സ്ഥിരമാക്കിയിട്ട് ഒരു ഇൻപുട്ടിന്റെ അളവിൽ എന്ത് ചെയ്യാം അല്ലെ, അതിന് മാറ്റിയിട്ട് കുറച്ച് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ ഇൻപുട്ട് വിൽ ബി ഇവൻച്വലി ഡിക്ലൈൻ അല്ലെ. മൊത്തം ഉൽപ്പന്നത്തിൽ അല്ലെങ്കിൽ മാറ്റം വരുത്തുമ്പോൾ മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യും? കുറയും. മറ്റൊരർത്ഥത്തിൽ പറയുകയാണെങ്കിൽ there comes a point where the adding more units of the variable input will lead to diminishing marginal product, meaning of the each additional unit input produces small and smaller increase in the product. അതായത് ഒരു നിശ്ചിത കാലയളവിന് നമ്മൾ എന്ത് ചെയ്യുക? ഇൻപുട്ടുകളോ ഔട്ട്പുട്ടുകളോ ഉപയോഗിച്ചിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ തമ്മിലുള്ള അല്ലെ, ഉൽപ്പന്നവും അതിന്റെ ഇൻപുട്ടുകൾ തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ പഠിക്കുന്നത്. മാത്രമല്ല നമ്മൾ മറ്റെല്ലാ അല്ലെ ഫാക്റ്റുകളും സ്ഥിരമാക്കിയിട്ട് ഒരൊറ്റ യൂണിറ്റ് അല്ലെങ്കിൽ ഒരൊറ്റ ഘടകങ്ങൾ അല്ലെ മാറ്റുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്? അതിന്റെ മാർജിനൽ പ്രൊഡക്റ്റ് MP എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റങ്ങൾ വരുന്നുണ്ട്. ഇനി എന്താണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്നുള്ളത് നോക്കാം. മറ്റ് ഇൻപുട്ടുകൾ സ്ഥിരമാക്കി നിർത്തിയിട്ട് ഒരു ഇൻപുട്ടിന്റെ അളവിൽ മാത്രം മാറ്റം വരുത്തുമ്പോൾ അല്ലെ വരുത്തിക്കൊണ്ടിരുന്നാല് അല്ലെ മാർജിനൽ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ സീമാന്ത ഉൽപ്പന്നം എന്ത് ചെയ്യുന്നുണ്ട്? ഒരു ഘട്ടം വരെ വർദ്ധിക്കും അല്ലെ. പിന്നീട് എന്ത് ചെയ്യും? ഒരു ഘട്ടം വരെ അത് വർദ്ധിക്കും, പിന്നീട് അത് എന്ത് ചെയ്യും? ഡീക്ലൈൻ ചെയ്യും അല്ലെ, പ്രധാനമായിട്ടും. മാത്രമല്ല ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. once again I repeated, മറ്റു ഇൻപുട്ടുകളെല്ലാം സ്ഥിരമാക്കി നിർത്തിയും കൊണ്ട് അതാണ് നമ്മൾ അല്ലെ പറഞ്ഞത്. എന്ത്? while holding all others input are constant. മറ്റെല്ലാ ഇൻപുട്ടുകളും സ്ഥിരമാക്കി നിർത്തിയും കൊണ്ട് ഒരു ഇൻപുട്ടിനെ അതിന്റെ അളവിൽ മാറ്റം വരുത്തിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കുറക്കുക കൂടെ എന്നൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിധി വരെ എന്ത് ചെയ്യും? മാർജിനൽ പ്രൊഡക്റ്റ് ഉയരും അല്ലെ, ഹൈക്ക് ചെയ്യും. പിന്നീട് എന്ത് ചെയ്യും? അത് താഴും അല്ലെ. അതായത് അത് വർദ്ധിക്കും അല്ലെ. ഒരു ഘട്ടം വരെ സീമാന്ത ഉൽപ്പന്നം അല്ലെ വർദ്ധിക്കും, അതിനുശേഷം അത് കുറയും. ഈ കുറയുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? വേരിയബിൾ ഓഫ് പ്രൊപ്പോർഷൻ അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടി പറയാം, നിശ്ചിത അല്ലെ ഇൻപുട്ടുകളെല്ലാം സ്ഥിരമാക്കി നിർത്തിയിട്ട് ഒരു ഇൻപുട്ടിൽ മാറ്റം വരുത്തുമ്പോൾ ഇതിൽ MP എന്ന് പറഞ്ഞാൽ മാർജിനൽ പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്? മാറ്റം വരും. MP എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ പ്രൊഡക്റ്റ് ഡിവൈഡഡ് ബൈ ദി ക്വാണ്ടിറ്റി ഓഫ് ദി ഫാക്ടേഴ്സ് ആണ്. പുതിയതായിട്ട് ഉപയോഗിച്ച ഘടകങ്ങളും മൊത്തം ഉൽപ്പന്നവും തമ്മിൽ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് MP കിട്ടാം. അപ്പൊ MP അല്ലെ കൂടും കുറയും ചെയ്യും. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. അതായത് സ്ഥിര ഇൻപുട്ടുകളോട് ഒരു അല്ലെ സ്ഥിരമായിട്ടുള്ള ഒരു ഇൻപുട്ടുകൾക്ക് ഒരു വിഭേദകം ഇൻപുട്ടിന്റെ കൂടുതൽ യൂണിറ്റ് കൂട്ടിച്ചേർക്കുമ്പോൾ മൊത്തം ഉൽപ്പന്നത്തിലുണ്ടാകുന്ന മാറ്റത്തെ കുറിച്ചിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് അല്ലെ ഇൻപുട്ട് അല്ലെങ്കിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് ഇതിന്റെ ഇല്ലുസ്ട്രേഷൻ ചിത്രം ഒന്ന് നോക്കാം. ഇതൊന്നുകൂടി പറയാം. ദിസ് law can be illustrated through the production function, which shows the relationship between the input and output. In short run, at least one input considered the fixed while the quantity of the variables input increased. ഇത് ഹ്രസ്വകാലയളവിൽ എന്ത് ചെയ്യും? ഒരു ഇൻപുട്ടിനെ സ്ഥിരമാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിന്റെ വേരിയബിൾസ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. The production function exhibits increase the returns of the scale initially as the variable input is added until a point is reached where a law of variable proportion set is in the dimension return to scale begin to occur എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ,
അപ്പൊ അതായത് അല്ലെ നമ്മൾ എന്ത് ചെയ്യാറുണ്ട് ചിത്ര ലെവലിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉൽപാദനത്തിനെ സഹായിക്കുന്ന ഘടകങ്ങളിലാണ് എന്ത് ഈ വേരിയബിൾസും ഇൻപുട്ടുകളൊക്കെ വരുന്നത് അല്ലെ അതിലേക്ക് ഒന്ന് പുതിയത് ആഡ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും അല്ലെ അതിൽ വരുന്ന മാറ്റങ്ങളാണ് അതിൽ വരുന്ന വേരിയബിൾസ് അല്ലെ അതിൽ വരുന്ന വ്യതിയാനങ്ങളാണ് നമ്മളിതിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി ഇതിന്റെ ചിത്രങ്ങൾ നമുക്ക് നോക്കാം അപ്പൊ നമുക്ക് മനസ്സിലായിക്കോളൂ കേട്ടോ. ഈ ലോ ഓഫ് വേരിയബിൾസ് 3 സ്റ്റേജസിലൂടെയാണ് കടന്നു പോകുന്ന സ്റ്റേജസുകൾ നമ്മൾ ഡിവൈഡ് പറയും കേട്ടോ. ഇതിൽ എക്സ് ആക്സിസ് അല്ലെ താഴെ വരുന്ന എക്സ് ആക്സിൽ നമ്മൾ ഇൻപുട്ടുകൾ എസ്പെഷ്യലി യൂണിറ്റ് ഓഫ് വേരിയബിൾസ് ആണ് ഇൻപുട്ട് അല്ലെ വേരിയബിൾസിന്റെ ഇൻപുട്ടുകളാണ് നമ്മൾ അതിൽ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്നത് TP ആണ് ടോട്ടൽ പ്രൊഡക്റ്റ് ആണ്. ഇവിടെ നമ്മൾ MP AP ഡിവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ടോട്ടൽ പ്രൊഡക്റ്റിന്റെ പ്രത്യേകത എന്താ ഒരു സ്റ്റേജിലെത്തിയ സമയത്ത് നമ്മൾ എന്ത് ചെയ്യും അല്ലെ ഇതിങ്ങനെ കൂടി പോവും. ഫസ്റ്റ് സ്റ്റേജ് ഡിവൈഡ് ചെയ്തു സെക്കൻഡ് സ്റ്റേജിലേക്ക് എത്തി തേർഡ് സ്റ്റേജ് ആയിട്ട് പിന്നെ എന്താ മൊത്തം ഉൽപ്പന്നം എന്താവും ഡിക്ലൈൻ ആവും കേട്ടോ. അതായത് അല്ലെ ഒരു മൊത്തം ഉൽപ്പന്നം വേരിയബിൾ ഓഫ് പ്രൊപ്പോർഷനിലൂടെ നമുക്ക് നോക്കാം. താഴെ നമുക്ക് എന്താണ് ഇൻപുട്ടുകളാണ് ഇൻപുട്ടിന്റെ വേരിയബിൾസ് ആണ് വേരിയബിൾ ഓഫ് യൂണിറ്റ് ആണ് അതായത് ഇൻപുട്ടിന്റെ വേരിയബിൾ യൂണിറ്റ് ആണ് ഇതിൽ വരുന്നത്. മുകളിൽ സൈഡിൽ എക്സ് ആക്സിസിൽ നമ്മൾ TP ടോട്ടൽ പ്രൊഡക്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം മൊത്തം ഉൽപാദനം എന്ത് ചെയ്യുന്നുണ്ട് കൂടി വന്നിട്ട് ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ അത് കുറയുന്നുണ്ട് അല്ലെ. മൊത്തം ഉൽപാദനം എങ്ങനെയാണ് അല്ലെ മൊത്തം ഉൽപ്പന്നം എങ്ങനെയാണ് കിട്ടുന്നത് നമ്മൾ TP എങ്ങനെയാ കണ്ടത് അല്ലെ എങ്ങനെ TP കിട്ടുന്നത് നമുക്കറിയാം അല്ലെ മൊത്തം ഉൽപ്പന്നം എങ്ങനെയാ ആവുന്നത് അല്ലെ. അതായത് അല്ലെ മൊത്തം ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ എന്താണ് മറ്റെല്ലാം സ്ഥിരമാക്കി നിർത്തി ചെയ്യുമ്പോൾ അത് കിട്ടുന്ന ഘടകങ്ങളാണ് നമ്മൾ TP എന്നത് കൺസെപ്റ്റ് പറയുന്നത് കേട്ടോ. ഓക്കെ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് അല്ലെ പ്രധാനമായിട്ടും ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് ടോട്ടൽ പ്രൊഡക്റ്റ് ഈസ് എ കൺസെപ്റ്റ് ഓഫ് എക്കണോമിക്സ് ദാറ്റ് refers to the total quantity of the output is produced by the firm using the given quantity of the inputs such as labor and capital. അതായത് ഒരു നിശ്ചിത അല്ലെ ഘടകങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു കമ്പനി പരമാവധി ഉപയോഗിക്കുന്ന ഉൽപ്പന്നങ്ങളും അതിന്റെ ഇൻപുട്ടുകളും തമ്മിലുള്ള ബന്ധമാണ് എന്ത് നമ്മൾ പരമാവധി നമ്മൾ എന്തിനു പഠിക്കുന്നത് ടോട്ടൽ ഇൻപുട്ടിൽ അല്ലെങ്കിൽ ടോട്ടൽ പ്രൊഡക്റ്റിൽ പറയുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് എങ്ങനെ കാണുക ദ ടോട്ടൽ എമൗണ്ട് ഓഫ് ദ ഗുഡ്സ് ആൻഡ് സർവീസസ് ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ് ഓഫ് ദ ആൾ ഇൻപുട്സ് ഓഫ് ദ ഗിവൻ പീരീഡ് ഓഫ് ടൈം ഒരു നിശ്ചിത കാലയളവിൽ നൽകിയിട്ടുള്ള എല്ലാ ഇൻപുട്ടുകളും മൊത്തം ഉൽപ്പന്നവും തമ്മിലുള്ള ബന്ധമാണ് നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റിനകത്ത് വരുന്നത് കേട്ടോ. ഓക്കെ ഇനി നെക്സ്റ്റ് നമ്മൾ ഇതിന്റെ ചിത്രം നോക്കി ഇനി നെക്സ്റ്റ് ഇതിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ MP യും AP യും തമ്മിലുള്ള വ്യത്യാസമാണ്. ഇവിടെ യൂണിറ്റ് ഓഫ് വേരിയബിൾസ് ആണ്. ഇവിടെ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന തൊഴിലാണ് കേട്ടോ ലേബർ ആണ്. ഇവിടെ L വരുമ്പോൾ ലേബർ ആണ് C വരികയാണെങ്കിൽ ക്യാപിറ്റൽ ആയിട്ട് T വരികയാണെങ്കിൽ ടെക്നോളജി ഒക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ യൂണിറ്റ് ഓഫ് വേരിയബിൾസിൽ L ആണ് ലേബർ ആണ്. ഇതിൽ MP ആൻഡ് AP ആണ്. ഇത് നമുക്കറിയാം ഇത് MP ആണ് ഇത് AP ആണ് കേട്ടോ. ഓക്കെ ആവറേജ് പ്രൊഡക്റ്റും മാർജിനൽ പ്രൊഡക്റ്റും ആണ്. ഓക്കെ ഇനി 3 സ്റ്റേജസിലൂടെയാണ് ഈ വേരിയബിൾസ് പ്രൊപ്പോർഷനിൽ പോകുന്നത് നമ്മൾ നേരത്തെ കണ്ടു. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റേജിലെ പ്രത്യേകത എന്താണ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ വേരിയബിൾ ഇൻപുട്ട് ഇൻക്രീസ്ഡ് more it is added of the production process. This is due to increase the specialization and the division of labor as well as the efficient use of the fixed input and as a result of the total product increase and increasing the rate till P and later decreasing to right from P to Q. അതായത് നമ്മൾ ഈ താഴെ കൊടുത്ത ചിത്രങ്ങളിൽ അല്ലെ നമുക്കറിയാം മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട് ആദ്യം നന്നായിട്ട് ഇൻക്രീസ് ചെയ്തിട്ട് പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ കൂടുതലായിട്ട് ഡിക്രീസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഇവരെ എത്ര എന്ത് ചെയ്യുന്നില്ല ഡിക്ലൈൻ ചെയ്യുന്നില്ല. കൂടുതലായിട്ട് ഡിക്ലൈൻ ചെയ്തത് മാർജിനൽ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇനി രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ വേരിയബിൾ ഇൻപുട്ട് ബിഗിൻസ് ടു ഡിക്ലൈൻ ആസ് ദ മോർ of it added to the production process. This is due to the limited capacity of the fixed inputs such as the machines and buildings. As a result of the total product is still increase but at the decreasing rate. അതായത് നമ്മളിവിടെ MP-ന്റെ കാര്യം പറഞ്ഞു. രണ്ടാമത്തെ നമ്മൾ പറയുന്നുണ്ട് MP മാർജിനൽ പ്രൊഡക്റ്റിന്റെ വേരിയബിൾ എന്ത് ചെയ്യുന്നുണ്ട് തുടക്ക കാലഘട്ടത്തിൽ ഡീക്ലൈൻ ചെയ്യുന്നുണ്ട് നമ്മൾ പറഞ്ഞു അല്ലെ. ഇവിടെ കണ്ടോ ഈ മാർജിനൽ പ്രൊഡക്റ്റ് ഇതാണ് MP എന്ന് പറഞ്ഞത് ഈ താഴേക്ക് പോയത് ഇതിന്റെ സ്റ്റാർട്ടിങ് ഇത് ഡീക്ലൈൻ ആണ് പിന്നീട് ഇത് ഹൈ ആയത് അല്ലെ. സീമാന്ത ഉൽപ്പന്നം ആദ്യം കുറഞ്ഞിട്ട് പിന്നീട് ഇങ്ങനെ കൂടിയിട്ട് ഇവിടെ എത്തുമ്പോഴാണ് ഇത് അല്ലെ ടോട്ടലായിട്ട് നിൽക്കുന്നത് അല്ലെ. ഇവിടെയാണ് ഇത് ടോട്ടലായിട്ട് നിൽക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് സ്റ്റാർട്ടിങ്ങിൽ അത് അല്ലെ ഡീക്ലൈനിങ് ആയിരുന്നു.
ആൻഡ് കൂടുതൽ ഉൽപാദനം കൂട്ടിയ സമയത്ത് എന്ത് ചെയ്തു, ദിസ് ഡ്യൂ ടു ദ ലിമിറ്റഡ് കപ്പാസിറ്റി ഓഫ് ദ ഫിക്സ്ഡ് ഇൻപുട്ട് സച്ച് ആസ് മെഷീൻസ്, ബിൽഡിംഗ് പോലുള്ള ഒരുപാട് സാധനങ്ങൾ അതിലേക്ക് ഉപയോഗിച്ച സമയത്ത് എന്ത് ചെയ്തു, ടോട്ടൽ പ്രൊഡക്റ്റ് സ്റ്റിൽ ഇൻക്രീസ് ബട്ട് ഡിക്രീസിങ് റേറ്റ് അല്ലെ, മൊത്തം ഉൽപാദനം കൂടും ചെയ്യുന്നുണ്ട് കുറയും ചെയ്യുന്നുണ്ട് അല്ലെ, മൊത്തം ഉൽപാദനം കൂടിയിട്ട് കുറയുന്നുണ്ട്. അതേപോലെ തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് സ്റ്റാർട്ടിങ് തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്, പിന്നെ ഹൈ ചെയ്തിട്ട് പിന്നെ അല്ലെ ഇത്ര ഡിക്ലൈൻ ആയിട്ടാണ് പോകുന്നത്. തേർഡ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദ വേരിയബിൾ ഇൻപുട്ട് ബിക്കം ടു നെഗറ്റീവ്, മീനിങ് ദാറ്റ് ഈച്ച് അഡീഷണൽ യൂണിറ്റ് ഓഫ് ഇൻപുട്ട് റെഡ്യൂസസ് ദ ടോട്ടൽ പ്രൊഡക്റ്റ്. ദിസ് ക്യാൻ ഒക്യൂർ വെൻ ദ ഇൻപുട്ട് ഈസ് യൂസ്ഡ് ടു എക്സസ് ഓഫ് ദ ഒപ്റ്റിമൽ ലെവൽ വെൻ ദ ഫിക്സ്ഡ് ഇൻപുട്ട് ആർ ഫുള്ളി യൂട്ടിലൈസ്ഡ്. മൂന്നാമത്തെ സ്റ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, മാർജിനൽ പ്രൊഡക്റ്റിന്റെ വേരിയബിൾ എന്താണ്, ഇൻപുട്ട് ബിക്കം നെഗറ്റീവ്. നമുക്കറിയാം ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റേജ്. ഈ ഫസ്റ്റ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് ഓക്കെ, നമ്മൾ ടോട്ടൽ പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് നമ്മൾ ടി പി എ പി എം പി കൂടിയാണ്. ടോട്ടൽ പ്രൊഡക്റ്റിന്റെ ഫസ്റ്റ് സ്റ്റേജ് എന്താണ് അല്ലെ, കുറഞ്ഞ താഴ്ച, ഇവിടുന്ന് ഇങ്ങനെ വളഞ്ഞ് താഴ്ന്നിട്ട് പിന്നെ ഇങ്ങനെ ചെറിയ ലെവലിൽ നിങ്ങളെ ഇൻക്രീസിങ് ആണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയും. എന്നാൽ നമുക്ക് ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജ് ആണ് നിങ്ങൾ കരുതിക്കോ. അതായത് നമ്മുടെ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ മാർജിനൽ പ്രൊഡക്റ്റ് എന്താ ചെയ്യുന്നത്, താഴെ അല്ലെ താഴ്ന്നിക്കാണ് അല്ലെ, ഫുള്ളല്ല, സ്റ്റാർട്ടിങ് അല്ല, ബിഗിനിങ് തന്നെ താഴ്ന്നിട്ടാണ് വരുന്നത് അല്ലെ. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പറഞ്ഞത് രണ്ടാമത്തെ സ്റ്റേജ് ആയ സമയത്ത് ടോട്ടൽ പ്രൊഡക്റ്റ് ഇൻക്രീസ്, തേർഡ് സ്റ്റേജ് ആയത് ഡിക്ലൈൻ ചെയ്തു. എന്നാൽ രണ്ടാമത്തെ സ്റ്റേജ് ആയ സമയത്ത് തന്നെ എന്ത് ചെയ്തു, ഇത് മാർജിനൽ പ്രൊഡക്റ്റ് ഡിക്ലൈൻ ചെയ്തു. തേർഡ് സ്റ്റേജ് ആയത്തിന് അത് മൈനസ് 0 ആയി മാറി. ഇനി അല്ലെ നമ്മൾ പറഞ്ഞു തേർഡ് സ്റ്റേജ് ആയ സമയത്ത് എന്ത് ചെയ്യാണ്, മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ് അല്ലെ പ്രധാനമായിട്ട് നെഗറ്റീവ് ആയി, താഴേക്ക് വന്ന് നെഗറ്റീവ് ആയി. ദാറ്റ് ടൈം അഡീഷണൽ യൂണിറ്റ് ഓഫ് ദ ഇൻപുട്ട് റെഡ്യൂസ് ദ ടോട്ടൽ പ്രൊഡക്റ്റ്. This can occur when the input uses the excess of the optimal level when the fixed of the input are fully utilized. മൊത്തം ഇൻപുട്ടുകൾ യൂസ് ചെയ്തുകൊണ്ട് എന്താണ് അല്ലെ പ്രധാനമായിട്ടും മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യാണ്, താഴേക്കാണ് വരുന്നത്, ടോട്ടൽ പ്രൊഡക്റ്റും ഡിക്ലൈൻ ചെയ്യുന്നുണ്ട്. ദ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ ഈസ് ഇമ്പോർട്ടന്റ് ഓഫ് ദ ഫേംസ് ക്യാൻ അണ്ടർസ്റ്റാൻഡ് ടു ഹെൽപ്പ് ദം ഡിറ്റർമൈൻ ദ ഒപ്റ്റിമൽ ലെവൽ ഓഫ് ദ പ്രൊഡക്ഷൻ ഇൻ ദ ഷോർട്ട് റൺ. എന്തിനാണ് ഈ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനെ അല്ലെ, ഉൽപാദകർക്ക് അവർ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളിൽ എത്രത്തോളം അതിന്റെ ഒപ്റ്റിമൽ ലെവൽ ഉണ്ടെന്ന് മനസ്സിലാക്കാനാണ് ഈ ഒരു അല്ലെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ അവർ ഉൽപാദനത്തിൽ ഉപയോഗിക്കുന്നത്. മാത്രമല്ല ബൈ ദ അനലൈസിംഗ് ഓഫ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഇൻപുട്സ് ഫേംസ് ക്യാൻ ഡിറ്റർമൈൻ ദ മോസ്റ്റ് എഫിഷ്യന്റ് level of the production which can help to maximize their profit and minimize their cost എന്നാണ് പറയുന്നത് അല്ലെ. അതായത് ഈ ലോ ഓഫ് വേരിയബിൾസ് എന്ന് പറയപ്പെടുന്ന ഈ ഒരു അല്ലെ ആശയത്തിൽ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, നമുക്ക് എന്താ മനസ്സിലാക്കണം, ഹെൽപ്സ് ദം ഡിറ്റർമിൻ അത് ഒരു ഉൽപാദന യൂണിറ്റിന്റെ ഹ്രസ്വകാലം അല്ലെ ഷോർട്ട് റൺ സമയത്ത് ഉണ്ടാവുന്ന ഒപ്റ്റിമൽ ലെവൽ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. മാത്രമല്ല ബൈ ദ അനലൈസിംഗ് ഓഫ് ദ മാർജിനൽ പ്രൊഡക്റ്റ് ഓഫ് ദെയർ ഇൻപുട്ട്, അവരുടെ എം പി പ്രൊഡക്റ്റ്, അതുപോലെ തന്നെ ഫേംസ് ക്യാൻ ഡിറ്റർമിൻ ദ മോസ്റ്റ് എഫിഷ്യന്റ് ലെവൽ ഓഫ് ദ പ്രൊഡക്ഷൻ, ഏത് സമയത്തും അല്ലെങ്കിൽ ഏത് ഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ ഉൽപാദനം കിട്ടുന്നത്. നമുക്കറിയാം, നമുക്ക് എല്ലാത്തിലും കണ്ട സമയത്ത് നമുക്കറിയാം സെക്കൻഡ് സ്റ്റേജിലെ സെക്കൻഡ് സ്റ്റേജിലെ ഫസ്റ്റ് സ്റ്റേജിൽ എല്ലാവരും ഡിക്ലൈൻ ചെയ്തിട്ട് പിന്നെ പോവാണ്, സെക്കൻഡ് സ്റ്റേജ് ഒക്കെ സമയത്താണ് ഹൈ ലെവലായത്. ആൻഡ് ദ വിച്ച് ക്യാൻ ഹെൽപ് ടു ദ മാക്സിമൈസ് ദർ പ്രോഫിറ്റ് ആൻഡ് മിനിമൈസ് ദർ കോസ്റ്റ്, അവരുടെ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടും അവരുടെ ചെലവ് കുറക്കാൻ വേണ്ടിയിട്ടാണ് അവരെന്ത് കാണുന്നത്, ഈ ഒരു ലോ ഓഫ് വേരിയബിൾസ് പ്രൊപ്പോർഷൻ അവർ കാണുന്നത്. ഇനി അതിൽ വരുന്നതാണ് എന്ത്, പ്രധാനമായിട്ടും നമുക്ക് എന്ത് വരുന്നുണ്ട്, അതില് ഒരു ലോ ഓഫ് റിട്ടേൺസ് സ്കെയിൽ വരുന്നുണ്ട്, ലോ ഓഫ് റിട്ടേൺസ് ടു സ്കെയിൽ വരുന്നുണ്ട്. എനിക്ക് നിങ്ങളെ സ്ലൈഡിൽ ഉൾപ്പെടുത്താൻ പറ്റാത്ത ചില രണ്ട് കാര്യങ്ങളുടെ നമ്മളുടെ ഒരു ലോ ഓഫ് വേരിയബിൾസ് പ്രൊപ്പോർഷനിൽ ഞാൻ പറയുന്നുണ്ട്. ലോ ഓഫ് വേരിയബിൾസ് പ്രൊപ്പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ഇൻപുട്ടുകൾ സ്ഥിരമാക്കി നിർത്തിക്കൊണ്ട് ഒരു ഇൻപുട്ടിന്റെ അളവിൽ മാത്രം മാറ്റം വരുത്തിക്കൊണ്ടിരുന്നാൽ അല്ലെ അതിന്റെ എം പി മാർജിനൽ അല്ലെങ്കിൽ സീമാന്ത ഉൽപ്പന്നം ഒരു ഘട്ടം വരെ വർദ്ധിക്കും, പിന്നീട് അത് കുറയും. ഇതിനെയാണ് നമ്മൾ വിഭേദകാനുപാത നിയമം അല്ലെങ്കിൽ ദ ലോ ഓഫ് വേരിയബിൾസ് പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് കേട്ടോ. നമുക്കറിയാം ഇതില് സീമാന്ത ഉൽപ്പന്നത്തിന്റെ അളവ് നോക്കുകയാണെങ്കിൽ ആദ്യഘട്ടത്തിൽ സീമാന്ത ഉൽപ്പന്നങ്ങൾ കൂടും, പിന്നീട് മൊത്തം ഉൽപ്പന്നവുമായിട്ട് വർധന നിരക്കിൽ വർദ്ധിക്കുന്നുണ്ട്, പിന്നീട് ഇത് കുറയും അല്ലെ ഫസ്റ്റ് ഘട്ടം. രണ്ടാമത്തെ ഘട്ടത്തിൽ സീമാന്ത ഉൽപ്പന്നത്തിന്റെ അളവ് എന്താവും, കുറയും.
അതായത് മൊത്തം ഉൽപ്പന്നത്തിന്റെ കുറഞ്ഞ നിരക്കിൽ കൂടുന്നു. ഈ ഘട്ടം എന്ത് ചെയ്യുന്നുണ്ട്? അപചയ ഘട്ടം അല്ലെങ്കിൽ സെക്കൻഡ് സ്റ്റേജ് പറയും. മൂന്നാം ഘട്ടത്തിന്റെ പ്രത്യേകത എന്താണ്? മൂന്നാമത്തെ ഘട്ടത്തിൽ MP നെഗറ്റീവ് ആകുന്നു, മൊത്തം ഉൽപ്പന്നവും കുറയുന്നു അല്ലെ? പ്രധാനമായിട്ടും ഈ ഘട്ടം നമ്മൾ നേരത്തെ പറഞ്ഞ ഘട്ടങ്ങൾ കേട്ടോ. അതായത് ഒന്നാമത്തെ ഉൽപ്പന്നത്തിൽ വികസിക്കുന്നത്, ഒന്നാമത്തെ ഉൽപ്പന്നത്തിൽ മാർജിനൽ പ്രൊഡക്റ്റ് എന്താണ്? ഡിക്ലൈൻ ചെയ്തിട്ട് വരികയാണ്. രണ്ടാമത്തെ സ്റ്റേജ് ആണ് ഇതൊക്കെ ഇൻക്രീസ് ആയ സ്റ്റേജിൽ, എല്ലാം ഡെവലപ്പ് ചെയ്ത സ്റ്റേജുകൾ എന്താണ്? സെക്കൻഡ് സ്റ്റേജിലാണ്. മൂന്നാമത്തെ സ്റ്റേജ് ആയിട്ട് ടോട്ടൽ ഉൽപ്പന്നം കുറയുന്നു, മാർജിനൽ പ്രൊഡക്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്? നെഗറ്റീവ് ആകുന്നു എന്നുള്ളതാണ് നമ്മൾ ലോ ഓഫ് വേരിയബിൾസ് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് നോക്കാനുള്ളതാണ് എന്ത്? നമ്മുടെ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ അല്ലെങ്കിൽ ദ ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ. എന്താണ് ലോ ഓഫ് റിട്ടേൺ ടു സ്കെയിൽ എന്നുള്ളത് പറയാം. എല്ലാ ഇൻപുട്ടുകളും മാറുകയും ഇൻപുട്ടുകൾ തമ്മിലുള്ള അംശബന്ധങ്ങൾ സ്ഥിരമായിരിക്കുകയും ചെയ്താൽ മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തിന്റെ തോതനുസരിച്ചിട്ടുള്ള പ്രത്യായം, അതിനെയാണ് നമ്മൾ റിട്ടേൺസ് ടു സ്കെയിൽ എന്ന് പറയുന്നത്. എല്ലാ ഇൻപുട്ടുകളും മാറുക. അതായത് ലോ ഓഫ് റിട്ടേൺസ് to scale describe the relationship between the scale of production, ഉൽപാദനത്തിന്റെ സ്കെയിലും the resulting level of input in the long run, ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഉൽപ്പന്നത്തിന്റെ അല്ലെ അതിന്റെ ലെവലിലെ അതിന്റെ തലങ്ങളെ അനുസരിച്ചിട്ടുമാണ് ഇതിൽ നിലനിൽക്കുന്നത്. ഇറ്റ് is state that as the all inputs are increased the proportionality, എല്ലാ ഇൻപുട്ടുകളും വർദ്ധിക്കുന്ന സമയത്ത് by a certain percentage, ഒരു നിശ്ചിത ശതമാനം എല്ലാ ഇൻപുട്ടുകളും വർദ്ധിക്കുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്? the resulting level of the output will increase by the greater, എല്ലാ ഇൻപുട്ടുകളുടെ അല്ലെ ആനുപാതികം വർദ്ധിക്കുമ്പോൾ മൊത്തം ഉൽപ്പന്നവും എന്ത് ചെയ്യുന്നുണ്ട്? വർദ്ധിക്കുന്നുണ്ട്. ഈക്വൽ ഓർ സ്മാളർ, തുല്യമായിട്ടോ ചിലപ്പോൾ കുറയുക ചെയ്യും. പെർസെൻറ്റേജ് ഡിപ്പെൻഡിങ് ഓഫ് ദ ഡിഗ്രി ഓർ ടു റിട്ടേൺ സ്കെയിൽ. ഇതിന്റെ ഈ അല്ലെ അളവിന്റെ സ്കെയിലിംഗ് ആണ് നമ്മൾ റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. എല്ലാ ഇൻപുട്ടുകളും മാറുകയും ഇൻപുട്ടുകൾ തമ്മിലുള്ള അംശബന്ധങ്ങൾ സ്ഥിരമായിരിക്കുകയും ചെയ്താൽ മൊത്തം ഉൽപ്പന്നത്തിൽ ഉണ്ടാകുന്ന മാറ്റത്തെ സൂചിപ്പിക്കുന്ന അല്ലെ ഒരു സ്കെയിലാണ് നമ്മൾ എന്ത് പറയുന്നത്? ലോ ഓഫ് റിട്ടേണിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. The following graph of the law of return scale 2 is a representation of the relationship between the scale of the production and the result of the output of the long run. ദീർഘകാലാടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന ഉൽപാദനത്തിന്റെ അല്ലെ ലെവലിലെ അതിന്റെ ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന സ്കെയിലിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് ഗ്രാഫിലൂടെ നോക്കാം. ഒന്നാണ് അല്ലെ ലോ ഓഫ് റിട്ടേണിംഗ് സ്കെയിലിൽ വരുന്ന ഒന്നാണ് എന്ത്? ഇവിടെ നമ്മൾ മാർജിനൽ പ്രൊഡക്റ്റ് ആണ് നോക്കുന്നത്. യൂണിറ്റ് ഓഫ് ദ ഫാക്ടേഴ്സ് ഇൻപുട്ട് താഴെ വരുന്നുണ്ട്. നമുക്കറിയാം മാർജിനൽ പ്രൊഡക്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ? ആദ്യം കൂടുന്നുണ്ട്, പിന്നെ എന്ത് ചെയ്യുന്നുണ്ട്? കോൺസ്റ്റന്റ് റിട്ടേൺസ് സ്ഥിരമായിട്ട് നിലനിൽക്കുന്നുണ്ട്, പിന്നെ താഴേക്ക് വരുന്നുണ്ട്. നമ്മൾ ലോ ഓഫ് റിട്ടേൺ സ്കെയിൽ എന്താന്ന് പറഞ്ഞത് അല്ലെ? എല്ലാ ഇൻപുട്ടുകളും സ്ഥിരമായും കൊണ്ട് എന്ത് ചെയ്യാണ് അല്ലെ? മൊത്തം ഉൽപാദനത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ് പറഞ്ഞത് അല്ലെ? എല്ലാ ഇൻപുട്ടുകളും മാറുകയുമ്പോൾ തമ്മിലുണ്ടാകുന്ന അംശബന്ധങ്ങളും അതുപോലെ തന്നെ സ്ഥിരമായിരിക്കുമ്പോൾ അല്ലെ എല്ലാ ഇൻപുട്ടുകളും മാറുകയും അതുപോലെ തന്നെ ഇൻപുട്ടുകൾ തമ്മിലുള്ള അംശബന്ധങ്ങൾ സ്ഥിരമായിരിക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന മാറ്റങ്ങളെ സൂചിപ്പിക്കാനാണ് നമ്മൾ ലോ ഓഫ് റിട്ടേൺ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് നമുക്കറിയാം ഫസ്റ്റ് സ്റ്റേജിൽ ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പിന്നീട് ഇത് സ്ഥിരമായിട്ട് കോൺസ്റ്റന്റ് ആയിട്ട് നിലനിൽക്കുന്നുണ്ട്, പിന്നീട് ഇത് ഡിക്രീസ് ആയി നിലനിൽക്കുന്നത്. അങ്ങനെ 3 ഘട്ടങ്ങളിലാണ് അല്ലെ? ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പിന്നെ സ്ഥിരമായിട്ട് നിൽക്കുന്നുണ്ട്, തേർഡ് സ്റ്റേജ് ആയ സമയത്ത് ഇത് എന്ത് ചെയ്യുന്നുണ്ട്? ഡിക്രീസ് ചെയ്യുന്നുണ്ട്. ഇതാണ് എന്ത്? ലോ ഓഫ് റിട്ടേണിംഗ് സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. There are 3 possible type of returning scale which are explained. 3 തരത്തിലാണ് എന്ത് ചെയ്യുന്നത്? റിട്ടേണിംഗ് സ്കെയിൽ നടക്കുന്നത് കേട്ടോ. നമുക്ക് നോക്കാം. ഇൻക്രീസ് ദ റിട്ടേണിംഗ് ടു സ്കെയിൽ. എങ്ങനെയാണ് റിട്ടേൺ സ്കെയിൽ ഇൻക്രീസ് ചെയ്യുന്നത് നോക്കാം. 3 ഘട്ടങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ? അതായത് ഫസ്റ്റ് ഇൻക്രീസിങ്, പിന്നെ കോൺസ്റ്റന്റ്, പിന്നെ ഡിമിനിഷൻ. അതിലെ ഫസ്റ്റ് ഘട്ടം ഇൻക്രീസിങ്, കോൺസ്റ്റന്റ്, പിന്നെ ഡിക്രീസിങ് അല്ലെ ഡിമിനിഷിങ് എന്ന് പറയും കേട്ടോ. ഇൻക്രീസിംഗ് റിട്ടേണിംഗ് സ്കെയിൽ. എങ്ങനെയാണ് റിട്ടേണിംഗ് സ്കെയിൽ ഇൻക്രീസ് ചെയ്യുന്നത് നോക്കാം. ദിസ് ഈസ് റെപ്രസെന്റഡ് ബൈ എ പോസിറ്റീവ്ലി സ്ലോപ്പ്. നമുക്കറിയാം പോസിറ്റീവ്ലി സ്ലോപ്പ് ആണ്. ആദ്യ ഘട്ടത്തിൽ എങ്ങനെയാണ് നമ്മൾ കണ്ടത്? പോസിറ്റീവ് ആണ്. നമ്മൾ സപ്ലൈന്റെ കാര്യം പറഞ്ഞ സമയത്ത് പറഞ്ഞിരുന്നു ഇതെന്താണ്? ഇതെന്താണ് യഥാർത്ഥത്തിൽ? ഇതൊരു പോസിറ്റീവ് ആണ് അല്ലെ? പോസിറ്റീവ് സ്ലോപ്പ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ. അതായത് ഫസ്റ്റ് സ്റ്റേജ് അല്ല ഇൻക്രീസിംഗിൽ റിട്ടേണിംഗ് ടു സ്കെയിൽ എന്താണ്? വർദ്ധിക്കുകയാണ്.
മാത്രമല്ല എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്. ദ ലെവൽ ഓഫ് ദ ഔട്ട്പുട്ട് ഇൻക്രീസസ് ദ ഗ്രേറ്റർ റേറ്റ് ദ റിസൾട്ട് ഇൻ ദ ഡിക്രീസിങ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് അല്ലെ, ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ഒരു ഉൽപ്പന്നത്തിന്റെ ആവറേജ് ശരാശരി ചെലവുകൾ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ കുറയ്ക്കുകയും അതോടൊപ്പം തന്നെ ഉൽപ്പന്നം അവിടെ കൂടുകയും ചെയ്യുന്നത്. അതായത് മാക്സിമം ചെലവ് കുറച്ചിട്ട് ഉൽപാദനം കൂട്ടാനാണ് ഏത് ശ്രമത്തിൽ നടക്കുന്നത്, ഇൻക്രീസിങ് സ്റ്റേജ് ഓഫ് അല്ലെങ്കിൽ ഇൻക്രീസിങ് സ്കെയിൽ ഓഫ് റിട്ടേൺസിൽ ശ്രമിക്കുന്നത്. അതായത് ചെലവ് കുറച്ചിട്ട് ഉൽപാദനം കൂട്ടുകയാണ്. അതുകൊണ്ടാണ് അത് അല്ലെ അത് പോസിറ്റീവ് ആയിട്ടുള്ളൊരു സ്ലോപ്പ്, അതായത് ഇൻക്രീസ് ആയിട്ട് പ്രൊഡക്ഷൻ പോകുന്നത്. രണ്ടാമതാണ് കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് നമ്മൾ പറഞ്ഞു അല്ലെ, രണ്ടാമത്തതിൽ നോക്കിയാൽ കാണും അല്ലെ, ഇതെന്താണ്, സ്ഥിരമായിട്ടാണ് നിലനിൽക്കുന്നത്. ഫസ്റ്റ് സ്ലോപ്പ് ഫസ്റ്റ് സ്റ്റേജിൽ ഇത് അല്ലെ സ്ലോപ്പായിട്ട് പോസിറ്റീവായിട്ട് ഗ്രോത്ത് ചെയ്യുന്നു. രണ്ടാമത്തെ സ്റ്റേജ് ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജിൽ ഇതെന്താണ്, ഒരു മാറ്റമില്ലാതെ സ്ഥിരമായിട്ട് നിൽക്കുകയാണ്, കോൺസ്റ്റന്റ് ആയിട്ടാണ് നിലനിൽക്കുന്നത്. അതിനെന്താണ് കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. The constant return scale എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this is represented by the straight line that is neither sloped towards nor down. താഴേക്കും അല്ല അല്ലെ, മുകളിലേക്കും അല്ല താഴേക്കും അല്ലാതെ അല്ലെ, നേരിട്ട് സ്ട്രൈറ്റ് ആയിട്ട് അല്ലെ നേരിട്ട് നിലനിൽക്കുന്ന ഒരു ലൈനാണ് നമ്മൾ കോൺസ്റ്റന്റ് റിട്ടേൺ ടു സ്കെയിൽ എന്ന് പറയുന്നത്. ദിസ് മീൻ ദാറ്റ് ആസ് ദ സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഈസ് ഇൻക്രീസ് അല്ലെ, അവിടെ ഉൽപാദനം വർദ്ധിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, ദ ലെവൽ ഓഫ് ദ ഇൻപുട്ട് ഇൻക്രീസ് സെയിം റേറ്റ് അല്ലെ. നമുക്കറിയാം പ്രൊഡക്ഷന്റെ ഉൽപ്പന്നം വർദ്ധിക്കുമ്പോൾ, ഉൽപാദനം വർദ്ധിക്കുമ്പോൾ അവിടെ അല്ലെ ഔട്ട്പുട്ട് ലെവലും വർദ്ധിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ റിസൾട്ടിങ് കോൺസ്റ്റന്റേജ് ഓഫ് ആവറേജ് ഓഫ് പ്രൊഡക്ഷൻ, അതായത് ശരാശരി ചെലവിൽ ഉൽപ്പാദിപ്പിക്കുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട്, ഉൽപാദനവും അതോടൊപ്പം തന്നെ ഉൽപ്പന്നത്തിന്റെ അളവുകളും അല്ലെ ക്വാണ്ടിറ്റിയും ഉൽപാദനവും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ലെവലിലായതുകൊണ്ടാണ് അത് സ്ട്രെയിറ്റ് ആയിട്ട് നിലനിൽക്കുന്നത്. മൂന്നാമത്തെ ഘട്ടം നോക്കാം, താഴേക്കായിരുന്നു അല്ലെ. ഡിക്രീസിങ് റിട്ടേൺ ടു സ്കെയിൽ റെപ്രസെന്റഡ് ബൈ ദ നെഗറ്റീവ്ലി സ്ലോപ്പ്, താഴേക്കായതുകൊണ്ട് തന്നെ ഒരു നെഗറ്റീവ്ലി സ്ലോപ്പ് ആണ്. ദിറ്റ് മീൻസ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത് സ്കെയിൽ ഓഫ് പ്രൊഡക്ഷൻ ഇൻക്രീസ് അല്ലെ, സ്കെയിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് താഴേക്ക് പോകുകയാണ്, റിസൾട്ടിങ് ഇൻക്രീസ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഇതിന്റെ പ്രത്യേകത എന്താണ് അല്ലെ, ചെലവ് കുറഞ്ഞ സമയത്ത് ഉൽപാദനം കൂടിയപ്പോൾ പോസിറ്റീവായി, ചെലവ് പാകവും ഉൽപാദനവും എല്ലാ കാര്യങ്ങളൊക്കെ സ്ഥിരമായ സമയത്ത് അത് കോൺസ്റ്റന്റ് ആയി. ഇവിടെ ചെലവ് കൂടിയ സമയത്ത് ഇവിടെ ചെലവ് കൂടുതലാണ് അല്ലെ, കോസ്റ്റ് എന്താണ്, ഇൻക്രീസിങ് ആവറേജ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ, ചെലവ് കൂടിയേക്ക് അവിടെ ഉൽപാദനം കുറഞ്ഞു, അപ്പൊ അത് എന്ത് ചെയ്തു അല്ലെ താഴേക്ക് പോകും. അതാണ് താഴേക്ക് വരുന്നത് കേട്ടോ. ദ പോയിന്റ് വേർ ദ റിട്ടേൺ ടു സ്കെയിൽ ചേഞ്ച് ഫ്രം ഇൻക്രീസിങ് to constant or from constant to decreasing called the point optimal scale. And the point optimum scale എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the point where the return to scale change from the increasing or constant or from the constant to decreasing called optimum scale. അതായത് റിട്ടേണിംഗ് സ്കെയിലിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എക്സ്പെഷ്യലി അല്ലെ സ്ഥിരം സെക്കൻഡ് സ്റ്റേജ് ആയുള്ള കോൺസ്റ്റന്റിൽ വരുന്ന മാറ്റങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിൽ വർധനവും ചില കുറവുകളൊക്കെ സ്ഥിരമായിട്ട് നിലനിൽക്കുമ്പോൾ അതിനെ പറയുന്ന പേരാണ് പോയിന്റ് ഓഫ് ഒപ്റ്റിമൽ സ്കെയിൽ എന്ന് പറയുന്നത് കേട്ടോ. അതായത് കോൺസ്റ്റന്റ് ഓർ ഫ്രം ദ കോൺസ്റ്റന്റ് ടു ഡിക്രീസ്, സ്ഥിരമായിട്ട് വർദ്ധിക്കുകയോ സ്ഥിരമായിട്ട് കുറയുകയോ ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിന്റ് ഓഫ് ഒപ്റ്റിമൽ സ്കെയിൽ എന്ന് പറയുന്നത്. ദിസ് ഈസ് ലെഡ് ടു ദ പോയിന്റ്, ദിസ് ഈസ് ദ പോയിന്റ് വേർ ദ firm can achieve the maximum efficiency in the production process and minimize its average cost of production. ശരാശരി ഉൽപാദന ചെലവില് കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കി എന്ന് മനസ്സിലാക്കുന്ന സ്റ്റേജ് ആണ് ഇത് അല്ലെ, പ്രധാനമായിട്ട് പോയിന്റ് ഒപ്റ്റിമം ലെവൽ എന്ന് പറയുന്നത്. ഇവിടെ എന്തായിരിക്കും, ഒന്നിലെ സ്ഥിരമായിട്ടുള്ള വർധനയായിരിക്കും, ഒന്നിലെ സ്ഥിരമായിട്ടുള്ള താഴെയായിരിക്കും. അതിന്റെ രണ്ടിന്റെ ഒരു മിക്സ്ഡ് വേർഷനിലാണ് ഈ പോയിന്റ് കിടക്കുന്നത്. മാത്രമല്ല the law of return is scale to important for the firms that as it helps them to determine the optimal size of operations in the long run. By the analyzing the returns to scale, firms can determine the whether to increase or decrease of the scale of their production, which can help them to maximize the profit and minimize their cost. ചെലവ് ചുരുക്കിയിട്ട് അല്ലെ ലാഭം വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉൽപാദക യൂണിറ്റുകൾ എന്ത് ചെയ്യും ഇല്ലേ, ഉൽപാദനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കൂട്ടും കുറക്കൊക്കെ ചെയ്യും. ഇങ്ങനെയുള്ള റിട്ടേണിംഗ് സ്കെയിൽ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്ന വേരിയബിൾസ് മാറ്റങ്ങളൊക്കെയാണ് നമ്മൾ അല്ലെ ഈ ഒരു ഉൽപാദനത്തിന്റെ ഭാഗത്ത് നമ്മൾ
പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, നമ്മളെ ഉൽപാദനം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ ഫംഗ്ഷൻ എന്ന് പറയുന്ന ഈ ഒരു പാഠഭാഗത്ത് ഇത്രയാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാം, ചോദിക്കാവുന്നതാണ് കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ആൻഡ് വൺസ് അഗെയിൻ ഐ റിപ്പീറ്റഡ്, ഇവിടെ വരിക പ്രധാനമായിട്ടും എന്താണ് പ്രൊഡക്ഷനെ ഡിറ്റർമൈൻ ചെയ്യുന്നത്, എന്താണ് പ്രൊഡക്ഷൻ ഫംഗ്ഷൻ, അതോടൊപ്പം തന്നെ ഏതൊക്കെ തരത്തിലുള്ള പ്രൊഡക്ഷൻസുകൾ ഉണ്ട് എന്നുള്ളത് നോക്കും. TP, AP, MP, അതുപോലെ തന്നെ ലോങ് റൺ, ഷോർട്ട് റൺ എന്നുള്ളത്, അതുപോലെ തന്നെ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻസുകൾ, അതുപോലെ തന്നെ ലോ ഓഫ് റിട്ടേണിംഗ് സ്കെയില്, ഇതൊക്കെയാണ് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. നിങ്ങൾ മനസ്സിലായിട്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് എന്ത് ഡൗട്ട്സുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ് കേട്ടോ. നമ്മളെ വൺ വേ കമ്മ്യൂണിക്കേഷൻ ആകുമ്പോൾ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ എന്താണ് എങ്ങനെയാണെന്നുള്ളത് എനിക്കറിയില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഡൗട്ട്സുകളൊക്കെ എന്ത് ചെയ്യണം, നിങ്ങളതപ്പോൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.